Yeah, so everything fine? Voice, the screen. Yes, sir. Okay, thank you. So we were discussing about the various bending strength of the beam. So the beam can fail by the lateral torsional buckling. നമ്മൾ ഡിസ്കസ് ചെയ്ത കേസാണ്. അതായത് ലാറ്ററൽ ആയിട്ട് മുകളിൽ ഒരു ബക്ലിംഗ് ഉണ്ടാവും, അക്കമ്പനിഡ് ബൈ എ ടോർഷൻ ഫെയിലിയർ. Then we have the flange local buckling. So flange local buckling in the figure ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത്. അതായത് ഇപ്പോൾ ഇത് ഐസെക്ഷൻ ആണെങ്കിൽ വെബ് ഉണ്ട്, നമുക്ക് ഫ്ലാഞ്ചിന്റെ പ്ലേറ്റ് ഉണ്ട്, സോറി കംപ്രഷൻ പ്യുവർ ആണെങ്കിൽ കംപ്രഷൻ പ്ലേറ്റ്, ടെൻഷൻ പ്ലേറ്റ്, ഫ്ലാഞ്ചസ്. സോ ഈ പ്ലേറ്റ് തന്നെ ഇറ്റ് ക്യാൻ ലോക്കലി ബക്കിൾ, ചെറിയൊരു ഏരിയയിൽ ആ ഒരു നോർമൽ ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് വെർട്ടിക്കൽ ഡിഫർമേഷൻ ഉണ്ടാവും. സോ ദീസ് ആർ കോൾഡ് ആസ് ദ ഫ്ലാഞ്ച് ലോക്കൽ ബക്കിളിംഗ്. ദിസ് ഈസ് സോ ഇവിടെ ലെഫ്റ്റിൽ കാണിച്ചിരിക്കുന്നത് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം, അതായത് ഒരു മുകളിലൊരു ഹൊറിസോണ്ടൽ മൂവ്മെന്റും ഉണ്ട്, ട്വിസ്റ്റ് ഓഫ് സെക്ഷനും ഉണ്ട്. സോ LTB ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ്. ഇവിടെ സെക്ഷൻ സ്ട്രെയിറ്റ് തന്നെയാണ്, ബട്ട് ദർ ഇസ് എ ലോക്കൽ ഫ്ലാഞ്ച് ഡിഫർമേഷൻ കോൾഡ് ഫ്ലാഞ്ച് ലോക്കൽ ബക്ലിംഗ്. And then it is also applicable to the web local buckling. So ഈ ഫിഗറിലില്ല, ബട്ട് ഐ വിൽ ബി ഷോയിങ് ഐ തിങ്ക് ഇൻ സ്ലൈഡ്സ്. ലൈക്ക് ഈ വെബ് പോർഷനും ഇതേപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ബക്കിൾ ചെയ്യാം. ഇറ്റ്സ് കോൾഡ് ആസ് ദ വെബ് ലോക്കൽ ബക്കിളിംഗ്. സോ ദീസ് ആർ ദ വേരിയസ് failures which will lead to the collapse of a beam: LTB, flange local buckling, and the web local buckling. And the various important criteria to be considered in the beam design includes, so നമുക്ക് മൊമെന്റ് കപ്പാസിറ്റി. ഒരു ബീം ഇത്രയും ലോഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ലോഡിന്റെ എഫക്റ്റ് ആയിട്ട് വരുന്ന ഇത്രയും മൊമെന്റ് ക്യാരി ചെയ്യണം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഷിയർ കപ്പാസിറ്റി, ഷിയർ ക്യാരി ചെയ്യണം വെർട്ടിക്കൽ ലോഡിന്റെ അല്ലെങ്കിൽ യൂഡിയലിന്റെ. ഡിഫ്ലക്ഷൻ ഇസ് എ മെയിൻ, നിങ്ങൾ കോൺക്രീറ്റ് ഡിസൈനിൽ പഠിച്ചതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് ന്യൂ ടൈം ടു യു. ഡിഫ്ലക്ഷൻ വിത്തിൻ ലിമിറ്റ്സിൽ ഡിഫ്ലക്ഷൻ ഷുഡ് ബി ദർ. ഒരു അലവബിൾ ലിമിറ്റ്സിൽ ഡിഫ്ലക്ഷൻ നിൽക്കണം. Then there are some more criteria including like the web buckling, web crippling, and the lateral support. So ഇതെല്ലാം പ്രിവെന്റ് ചെയ്യണം ബേസിക്കലി. വെബ് ബക്ലിംഗ് ഞാൻ പറഞ്ഞപ്പോൾ ഇത് ഐസെക്ഷൻ ആണ്, നമുക്ക് മുകളിലും താഴെ ഫ്ലാഞ്ച് ഉണ്ട്. ഈ വെബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫ്ലാഞ്ചിന്റെ ഇടയിലുള്ള ഈ പോർഷനാണ്. ഈ പോർഷൻ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈക്ക് ഫുള്ളായിട്ട് ബക്കിൾ ചെയ്യുന്നതിനെയാണ് വെബ് ബക്ലിംഗ് എന്ന് പറയുന്നത്. ഫുൾ വെബ് ഒരു ഇൻഡിവിജ്വൽ കോളം പോലെ ബിഹേവ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ബക്കിൾ ചെയ്യും. വെബ് ക്രിപ്ലിംഗ് ഐ ബി, നിങ്ങൾക്ക് പഠിക്കണമെന്ന് അറിയില്ല, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ഇത്തിരി അഡ്വാൻസ് ടോപ്പിക് ആണ്, ബട്ട് ഐ വിൽ ബി ടേക്കിംഗ് ദാറ്റ്. ബട്ട് സ്റ്റിൽ വെബ് ക്രിപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിന്റെ അവിടെ മാത്രമായിട്ടുണ്ടാവുന്ന ചെറിയൊരു ബക്ലിംഗ് ആണ് വെബ് ക്രിപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു ഫിഗർ ഐ ക്യാൻ ഷോ യു നൗ, ഐ തിങ്ക്. സോ പെട്ടെന്ന് നോക്കുവാണെങ്കിൽ വെബ് ബക്ലിംഗ് ബൈസെക്ഷൻ ഉണ്ട്, അതായത് എൻ്റയർ വെബിൽ ഉണ്ടാവുന്ന ഒരു ബക്ലിംഗ് ആണ് വെബ് ബക്ലിംഗ്. സോ ഫിഗർ 1, ഫിഗർ 2, ഫിഗർ 3, ഫിഗർ 4 എല്ലാം വേരിയസ് ടൈപ്സ് ആണ്. അതേപോലെ വെബ് ക്രിപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം, അതായത് ഈ സപ്പോർട്ട് പോയിന്റിൽ ഓർ നിയർ ടു ദ ഫ്ലാഞ്ചിൽ മാത്രം ഉണ്ടാവുന്ന ലോക്കലൈസ്ഡ് ബക്ലിംഗ് ആണ് വെബ് ക്രിപ്ലിംഗ്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇറ്റ് വോണ്ട് എക്സ്റ്റെൻഡ് ഫോർ ദ ഡെപ്ത് ഓഫ് ദ ബീം. സോ ഇതൊക്കെ അഡ്രസ് ചെയ്യണം ഡ്യൂറിംഗ് ദ ഡിസൈൻ. മൊമെന്റ് കപ്പാസിറ്റി വേണം, ഷിയർ കപ്പാസിറ്റി, ഡിഫ്ലക്ഷൻ, ആൻഡ് ഷുഡ് നോട്ട് ബക്കിൾ ഇൻ വെബ്, ഷുഡ് നോട്ട് ഹാവ് എ ക്രിപ്ലിംഗ് ഫെയിലിയർ, it should have the adequate lateral support. Because നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലാറ്ററൽ റെസ്ട്രെയിൻഡ് ആണെങ്കിൽ അത് റിയാലിറ്റിയിൽ ഉണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തതും എക്സിക്യൂഷനിൽ രണ്ടായിരിക്കും, ഇറ്റ് വിൽ ബി ഫെയിലിയർ. ഓക്കെ, ആൻഡ് നൗ കമ്മിങ് ഇൻ ടു ദ ഡിസൈൻ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആകെ ലാറ്ററലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ബെയിംസ് മാത്രമാണ്, അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേഷൻസ് കുറവാണ്. സിമ്പിൾ പ്യുവർ ബെൻഡിങ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. But still we will see the theory part at least. So the bending strength of beams for the laterally supported or restrained beams. So beams in രണ്ട് സൈഡിലും എന്തെങ്കിലും രീതിയിലുള്ള ബ്രേസിങ്സോ അല്ലെങ്കിൽ സ്ലാബോ ഉള്ള കേസ്. So it won't have any lateral torsional buckling. പഠിച്ചതാണ് നമ്മൾ.
and the design bending strength is governed by the yield stress. So ഒരു രീതിയിലുള്ള എക്സ്ട്രാ അല്ലെങ്കിൽ അഡീഷണൽ ഫെയിലിയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അത് പ്യുവർ ബെൻഡിങ് ആയിരിക്കും. പ്യുവർ ബെൻഡിങ് ആകുമ്പോൾ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഈൽഡ് സ്ട്രെസ്, അതായത് സെക്ഷൻ സ്ലെൻഡർ ആണെങ്കിൽ ഈൽഡിനേക്കാളും മുന്നേ ഫെയിൽ ആവും, സെക്ഷൻ സെമി കോമ്പാക്ട് ആണെങ്കിൽ ഈൽഡിൽ ഫെയിൽ ആവും, സെക്ഷൻ കോമ്പാക്റ്റോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ആണെങ്കിലും നമ്മൾ ക്രോസ് സെക്ഷൻ്റെ ഇത് പഠിച്ചതാണ്, ഏറ്റവും മുകളിലാണെങ്കിൽ ഇറ്റ് വിൽ ഫെയിൽ ബൈ ദ അറ്റ് ദ പ്ലാസ്റ്റിക് സ്ട്രെങ്ത്. സോ ബേസിക്കലി പ്യുവർ ബെൻഡിങ് ആയിരിക്കും lateral supported beams in ഒരു load carrying mechanism. And just seeing the lateral unsupported ആണെങ്കിൽ design strength is governed by the lateral torsional buckling. Torsional buckling ന്റെ ഒരു കാൽക്കുലേഷൻ വരുന്നതുകൊണ്ടാണ് ഇത്തിരി ആൻഡ് ഡിസൈൻ tedious ആയി മാറുന്നത്. ഓക്കെ, നമുക്കത് പഠിക്കാനില്ല. ലോഡ് അറ്റ് വിച്ച് the beam buckles may be less than that corresponds to the full moment capacity. Because of this buckling, നോർമൽ ബീമിനേക്കാളും മുന്നേ തന്നെ ഈ lateral unsupported beams ഫെയിൽ ആവും. And always in general, the load applied or the moment applied to a beam should be less than the design strength. എപ്പോഴും അതിന്റെ കപ്പാസിറ്റിനേക്കാളും കുറവായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ജനറൽ തിങ്. MD is the design bending strength of section. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് laterally supported beams നമ്മുടെ അനാലിസിസിലേക്ക് വരാം. ഇതിൽ കുറച്ചധികം കേസസ് ഉണ്ട്. കേസസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ കണ്ട പോലെ ലൈക്ക് വി സീൻ ദാറ്റ് ദ ബീം ഷുഡ് ബി സ്ട്രോങ് ഇൻ ഷിയർ, ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇൻ മൊമെന്റ്, ഇറ്റ് ഷുഡ് ബി ഹാവിംഗ് വെരി ലൈക്ക് അലവബിൾ ഡിഫ്ലക്ഷൻസ് ഓൾസോ ഷുഡ് ഹാവ്. സോ ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്യേണ്ട കേസ് ഉള്ളതുകൊണ്ട് ദർ ആർ സം ക്രൈറ്റീരിയാസ് ടു ഫോളോ ദി ഡിസൈൻ ഓഫ് ദ ബീം. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, ബട്ട് ഐ എം ടെല്ലിംഗ് ദ തിയറി ഫസ്റ്റ്. പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും കോഡ് കാണിക്കുമ്പോഴും. സോ വിൽ റീഡ് ത്രൂ ഇറ്റ്. Laterally supported beams. Yeah, so the laterally supported beams for a beam adequately supported against the lateral torsional buckling, the factored design moment M should be less than or equal to the design bending strength. The പഠിച്ചതാണ്, M should be less than MD. ഇനി ഫസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ D/TW ഗ്രേറ്റർ ദാൻ 67 into എപ്സിലോൺ. ഇതില് D എന്ന് പറയുന്നത് വെബിന്റെ ഡെപ്ത് ആണ്. അപ്പൊ ഐ സെക്ഷനിൽ നമുക്ക് രണ്ട് ഫ്ലാഞ്ച് ഉണ്ട്, വെബ് ഉണ്ട്. സോ ഈ വെബിന്റെ ഡെപ്ത് ഈ ഫ്ലാഞ്ചിന്റെ തിക്നെസ് അവോയ്ഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. സോ ഈ ഒരു വാല്യൂ, ഈ ഒരു ടോട്ടൽ ഡെപ്ത് ഉണ്ട്, thickness of web ഉണ്ട്, ഇതിന്റെ thickness. So D/TW if it is greater than 67 into epsilon. Epsilon നമുക്ക് അറിയാം root of 250/Fy ആണ് അല്ലേ? സോറി, root of 250/Fy ആണ് എപ്സിലോൺ. ആൻഡ് സോ ഇതിന്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം, D വളരെ കൂടുതൽ, ഡെപ്ത് ഓഫ് വെബ് വളരെ കൂടുതൽ കമ്പാരിറ്റീവ് ടു ദ തിക്നെസ് ഓഫ് വെബ്. അപ്പൊ ഒരു ഓൾമോസ്റ്റ് സ്ലെൻഡർ ആയിട്ടുള്ള ഒരു വെബ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ദ വെബ് ഈസ് സസെപ്റ്റബിൾ ടു ഷിയർ ബക്ലിംഗ് ബിഫോർ ഇൽഡിങ്. അത് പ്യുവർ ബെൻഡിങ്ങിനേക്കാളും മുന്നേ തന്നെ ഈ വെബ് ഒരു ഷിയർ ഫെയിലിയറിലേക്ക് പോകുന്നതായിരിക്കും. റൈറ്റ്. സോ അത് അപ്പൊ അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇനീഷ്യൽ ചെക്കിൽ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഐ സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എടുക്കുന്ന ഐ സെക്ഷനിലോ അല്ലെങ്കിൽ കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനാണെങ്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഐ സെക്ഷനിലോ D/TW ചെക്ക് ചെയ്യുക. അത് ലൈക്ക് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 67, then only there won't be any shear buckling. So 67 അല്ലെങ്കിൽ 67 എപ്സിലോണിന് മുകളിലാണെങ്കിൽ അതിന്റെ ഷിയർ കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. And case 2 obviously less than D/TW less than 67 epsilon. So ഡെപ്ത് കുറവാണ്, അപ്പൊ അത്ര സ്ലെൻഡർ അല്ല കോളം അല്ലെങ്കിൽ സ്ലെൻഡർ അല്ല വെബ്. അങ്ങനെയാണെങ്കിൽ there is no shear buckling of the web. So നമുക്ക് ആ ബക്ലിംഗ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നോമിനൽ shear resistance Vn, so shear capacity Vn is equal to the plastic shear strength Vp of the beam. Full capacity കിട്ടും. Vn is equal to Vp is equal to shear area into Fy by √3. So 1/1.73, approximately 0.6 value. So shear area into 0.6 into Fy will give you the shear capacity.
So area into stress will give you the shear capacity. And theoretically, a pure shear stress, same value, F by root 3 equal to 0.6 into F by will cause the material to yield. So അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നത്. കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഷിയർ ഏരിയ ഇൻറ്റു കപ്പാസിറ്റി സ്ട്രെസ്. ചില സ്ട്രെസ് വന്നു കഴിഞ്ഞാലാണ് അതിന്റെ ഫെയിലിയർ ആവുക. അപ്പോൾ അതാണ് നമ്മൾ ലിമിറ്റിംഗ് വാല്യൂ വരുന്നത്. F by root 3 is equal to 0.6 into F by will cause the material to yield stress. So basically F by root 3-നേക്കാളും ഷിയർ സ്ട്രെസ് കൂടുവാണെങ്കിൽ ദ മെറ്റീരിയൽ ഇസ് ഫെയിലിംഗ്. സോ നമ്മൾ ലിമിറ്റ് വാല്യൂ. ഇനി ഉള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രണ്ട് കേസായിട്ട് നമുക്ക് ഒരു പ്രോബ്ലത്തിനെ ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് എ ലോ ഷിയർ കേസ് ആൻഡ് വൺ ഈസ് എ ഹൈ ഷിയർ കേസ്. സോ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ ഫാക്ടേഡ് ഡിസൈൻ ഷിയർ ഫോഴ്സ്, സോ നമുക്ക് ഉള്ള കപ്പാസിറ്റി വാല്യൂ BU is less than or equal to 0.6 times BD. അതായത് റിയാലിറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് ബീമിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സിനേക്കാളും 60% താഴെയാണ് കപ്പാസിറ്റി എങ്കിൽ, sorry, I think in the different way, BU is less than or equal to 0.6 into FBD. Yeah, BU is ultimate value, right? BU is less than or equal to 0.6 into FBD, low shear case. What is BD? BD is the design. Yeah, BU എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. BU അതായത് ബീമിന്റെ കപ്പാസിറ്റി, അതാണ് ഡിസൈൻ സ്ട്രെസ്. സോ ഡിസൈൻ കപ്പാസിറ്റിന്റെ 60%-നേക്കാളും താഴെയാണ് ആക്ട് ചെയ്യുന്ന ഷിയർ ലോഡ്. സോ ഷിയർ ലോഡ് ഈസ് ആക്ടിങ് ലെസ് ദാൻ 0.6 ടൈംസ് ദ BD ആണെങ്കിൽ ഷിയർ ഇസ് കമ്പാരിറ്റീവ്ലി ലെസ്. സോ ഇറ്റ്സ് ലോ ഷിയർ കേസ്. നമുക്ക് ആക്ട് ചെയ്യുന്ന ഷിയർ ലോഡ് ബീമിന്റെ കപ്പാസിറ്റിനേക്കാളും വളരെ താഴെയാണ്. അപ്പൊ അത് ലോ ഷിയർ ആണ്. സോ ഇൻ ദാറ്റ് കേസ്, അപ്പൊ ഈ ഒരു കേസ് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ ദ വെബ് വിൽ ബി ഫുള്ളി എഫക്റ്റീവ്. വെബ് ഫുള്ളി എഫക്റ്റീവ് ആണ് ആൻഡ് ദ എൻറ്റയർ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബീം വിൽ ബി എഫക്റ്റീവ് ഇൻ റെസിസ്റ്റിംഗ് ദ മൊമെന്റ്. എൻറ്റയർ ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ വെബും അതേപോലെ രണ്ട് ഫ്ലാഞ്ചസും ഫുള്ളായിട്ട് തന്നെ അതിന്റെ പ്യുവർ ബെൻഡിങ് എടുക്കാനുള്ള ക്രോസ് സെക്ഷനായിട്ട് ആക്ട് ചെയ്യും. ഇനി വെൻ ദ ഫാക്ടേഡ് ഡിസൈൻ ഷിയർ ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ലൈക്ക് കണ്ടീഷൻ, ഈ കണ്ടീഷനാണ്, അതായത് BU ഈസ് ഗ്രേറ്റർ ദാൻ 0.6 into BD. അതായത് ഷിയർ കപ്പാസിറ്റിനേക്കാളും, അതായത് ഇപ്പൊ ഇതിൽ പറയുവാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ബീമിന്റെ ഷിയർ കപ്പാസിറ്റി 100 ആണെന്ന് കരുതുക. അതേപോലെ തന്നെ ഇപ്പൊ ആക്ട് ചെയ്യുന്ന ഷിയർ ലോഡ് 50 ആണെന്ന് കരുതുക. സോ 50 എന്നുള്ള വാല്യൂ 100ന്റെ 60%, സോ 60-നേക്കാളും താഴെയാണ് 60-നേക്കാൾ താഴെയാണ് 50. അത് ആക്ട് ചെയ്യുന്ന ലോഡ് 50 കപ്പാസിറ്റിയുടെ 0.6-നേക്കാളും താഴെയാണെങ്കിൽ ലോ ഷിയറും, സപ്പോസ് ഈ ആക്ട് ചെയ്യുന്ന വാല്യൂ ഒരു 70 ആണെങ്കിൽ അപ്പൊ 60-നേക്കാളും 100ന്റെ 0.6 നമ്മുടെ 0.6 BD, അപ്പൊ അതിനാണ് കൂടുതലാണെങ്കിൽ ഇത് ഹൈ ഷിയർ കേസ് ആയിരിക്കും. സോ ഇങ്ങനെ, അതായത് 60%-ന് കൂടുതലാണെങ്കിൽ it is called as the high shear case. അപ്പൊ എന്താ പ്രശ്നം വരിക? The web area will be ineffective. വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഐ സെക്ഷൻ നമ്മൾ ബെൻഡിങ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു വെബ് പോർഷൻ ബെൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യില്ല. The web area will be ineffective. Only the flanges will be resisting the moment. ഈ രണ്ട് ഫ്ലാഞ്ചസ് മാത്രമാണ് ബെൻഡിങ്ങിന്റെ ലോഡ് എടുക്കാൻ സഹായിക്കുള്ളൂ. Hence the moment capacity of the beam will be reduced as MdV, ചുരുങ്ങും, ബിക്കോസ് വെബിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ല. ഈ രണ്ട് കേസ് ഇനി ഉള്ളത്. അപ്പോൾ ഇത്രയും കേസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി രണ്ട് കേസിനാണ്, രണ്ട് രീതിയിലാണ് കാൽക്കുലേഷൻസ് വരുന്നത്. അതായത് ലോ ഷിയർ ആണെങ്കിൽ കപ്പാസിറ്റിക്ക് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്, ഹൈ ഷിയർ ആണെങ്കിൽ വേറെ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോ സോ let's see the bending strength for the lateral supported beam, BU less than or equal to 0.6 into BD, low shear case ആണെങ്കിൽ MD design bending moment capacity
is equal to beta B into ZP into Fy by gamma M0. And ഈ beta ബിയുടെ ഒരു വാല്യൂ ടേബിളിലുണ്ട്, IS കോഡിലുണ്ട്. സോ ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ ബീറ്റ ബി 1.2, ഈ ഒരു കേസിൽ 1.2 കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഷുഡ് ബി അതായത് സിംപിൾ സപ്പോർട്ടഡ് എൻ കണ്ടീഷൻസ് ആണെങ്കിൽ bending moment capacity should be always less than 1.2 times the ZD into Fy by gamma M0. ഓക്കെ, സോ ഇവിടെ നോക്കുക, അതായത് ZP ഉണ്ട്. ZP എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലേഴ്സ് ആണ്. അതേപോലെ ZE എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലേഴ്സ് ആണ്. അപ്പോ ഇതില് നമുക്കറിയാം എപ്പോഴും ZEനേക്കാളും മുകളിലായിരിക്കും ZP വരിക, ബിക്കോസ് ഇത് പ്ലാസ്റ്റിക് സ്റ്റേജിലുള്ളത്, ഇത് ഇലാസ്റ്റിക് സ്റ്റേജിലുള്ളതാണ്. സിംപിൾ സപ്പോർട്ടർ ആണെങ്കിൽ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസിന്റെ 20% കൂടുതൽ, അല്ലെങ്കിൽ അതിന്റെ ഇൻറ്റു 1.2 ആയിരിക്കും ZP എന്നുള്ള വാല്യൂ വരിക. ആൻഡ് സിമിലർലി ഫോർ ദ കാൻലിവർ ബീംസ് വി ഹാവ് 1.5 times the ZD is equal to ZP. Problem ചെയ്യുമ്പോൾ ക്ലിയർ ആവും. സോ ദിസ് ഇസ് ദ values for finding capacity for the low shear case. ഇനി ഹൈ ഷിയർ കേസ് ആണെങ്കിൽ ഇതിനോട് കോംപ്ലക്സ് ഇക്വേഷൻസ് വരുന്നുണ്ട്, അതായത് പ്ലാസ്റ്റിക്കിനും കോമ്പാക്ട് സെക്ഷനും. അപ്പോൾ മുന്നത്തെ കേസിൽ ഈ ബീറ്റ ബി എന്നുള്ള വാല്യൂ അത് ഇസ് എ വാല്യൂ ആപ്ലിക്കബിൾ ഫോർ പ്ലാസ്റ്റിക്, കോമ്പാക്ട്, സെമി കോമ്പാക്ട് ആൻഡ് സ്ലെൻഡർ, ഒരു കോമൺ ഇക്വേഷൻ ആയിരുന്നു. ബട്ട് ഹൈ ഷിയറിന്റെ കേസിലേക്ക് വരുമ്പോൾ രണ്ട് സബ് ഡിവിഷൻ ഉണ്ട്. പ്ലാസ്റ്റിക് ഓർ കോമ്പാക്ടിന് ഒരു സെറ്റ് ഓഫ് ഒരു ഇക്വേഷൻ ഉണ്ട്, അതേപോലെ സെമി കോമ്പാക്ടിന് വേറെ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ്. പിന്നെ ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ബെൻഡിങ് സ്ട്രെങ്ത് ഓഫ് laterally supported beam, holes in the tension zone, ഇതൊക്കെ ഇത്തിരി ആഡ് ഓൺസ് ആണ്. ബട്ട് ഐ തിങ്ക് ക്യാൻ സ്കിപ്പ് ദിസ് വൺ. ഹോൾസ്, അതായത് ഹോൾസ് ഇപ്പോൾ ടെൻഷൻ സോണിൽ ഹോൾസ് വരുമ്പോൾ എന്തും പറ്റും. അപ്പൊ സ്ട്രെസ് കോൺസെൻട്രേഷന് കുറച്ച് എഫക്ട്സ് ഉണ്ടാവും. നമ്മൾ മുന്നേ പഠിച്ചിരുന്നതാണ്, ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ഓക്കെ, ഒരു പ്ലേറ്റിൽ സപ്പോസ് ഒരു ഹോൾ ഇടുന്ന വരുന്നത്. അപ്പോൾ ഈ ഹോള് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ടെൻഷൻ ലോഡ് അപ്ലൈ ചെയ്യുവാണ്. പ്യുവർ കേസ് നോക്കാം. ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെയാണ് ഏറ്റവും കുറവ് സെക്ഷണൽ ഏരിയ ഉള്ളത്, റൈറ്റ്? ഇവിടെ ഫുൾ ഏരിയ ഉണ്ട്, ഇവിടെ ഇത്രയും ഹോൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെയാണ് ഫെയിലിയറിന് ചാൻസ് കൂടുതൽ വരിക, ബിക്കോസ് നെറ്റ് ഏരിയ കുറവാണ്. സോ ആ ഒരു കേസ് ബീമിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സ്കിപ്പ്. ആൻഡ് ഷിയർ ലാഗ് എഫക്ട്, നമ്മൾ ഷിയർ ലാഗ് പഠിച്ചിരുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഒന്ന് പറയുവാണെങ്കിൽ നമ്മുടെ ഐ സെക്ഷൻ അല്ല, ആംഗിൾ സെക്ഷന്റെ കേസിൽ നമ്മളിത് പഠിച്ചു. ആംഗിൾ സെക്ഷനിൽ ഒരു ലെഗ് മാത്രം ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ട് നമ്മൾ ജോയിൻ ചെയ്യുകയാണെന്ന് ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ആംഗിൾ സെക്ഷനിൽ നമ്മൾ ടെൻഷൻ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അതായത് ഈ ജോയിൻ ചെയ്ത സെക്ഷൻ ആയിരിക്കും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുക, ഈ ഔട്ട്സ്റ്റാൻഡ് ലെഗിന് സ്ട്രെസ് കുറവായിരിക്കും. സോ ദർ ഈസ് എ വേരിയേഷൻ ഓഫ് ദ ഷിയർ സ്ട്രെസ് ഇൻ ദ ക്രോസ് സെക്ഷൻ. ഇതാണ് ശരിക്കും ഷിയർ ലാഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇതിന് അഡ്വാൻസ് ടോപ്പിക്സ് ആണ്. ദിസ് യു ക്യാൻ സ്കിപ്പ്. ബെൻഡിങ് സ്ട്രെങ്ത് ഓഫ് ലാറ്ററലി അൺസപ്പോർട്ടഡ് ബീംസ് യു ക്യാൻ സ്കിപ്പ്. ഇത് നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. അതായത് ബീറ്റ, ഇവിടെയാണ് ആ വാല്യൂസ് വരുന്നത്, കോഡിലുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇവിടെ നമ്മൾ പഠിച്ച പോലെ ഓക്കെ, ഈ ലോ ഷിയർ കേസിൽ നമുക്ക് ബീറ്റ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നില്ല. അത് കോഡിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതായത് പ്ലാസ്റ്റിക്കിനും കോമ്പാക്റ്റിനും ബീറ്റ ബിയുടെ വാല്യൂ 1 ഉം സെമി കോമ്പാക്റ്റിന് ബീറ്റ ബിയുടെ വാല്യൂ ZD/ZT ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, അപ്പൊ എം ഡിയുടെ വാല്യൂ MD = ബീറ്റ പുട്ട് ചെയ്യുമ്പോൾ ഈ ZP ക്യാൻസൽ ആയി പോകും, ബിക്കോസ് ZD/ZP ആണ്. കേസ് ഇല്ല, സെൻട്രൽ കേസ് കപ്പാസിറ്റി വളരെ കുറവാണ്, ഒരിക്കലും അത് പ്രിഫർ ചെയ്യുന്നില്ല. So basically for the semi compact section MD is equal to ZE into FBD വരും, ക്യാൻസൽ ആയി പോയിട്ട്. പ്ലാസ്റ്റിക്കിനും കോമ്പാക്റ്റിനും MD is equal to ബീറ്റ ബി 1 ആണ്. 1 into ZP into FBD ആണ് പ്ലാസ്റ്റിക്കിനും കോമ്പാക്റ്റിനും. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. IS കോഡ് പ്രൊവിഷൻസ് നോക്കാം, പ്രോബ്ലംസ് നോക്കാം.
IS കോഡ് പെട്ടെന്ന് നോക്കാം. IS കോഡില് സെക്ഷൻ 7 ആയിരുന്നു കംപ്രഷൻ മെമ്പർ ഡിസൈൻ വരുന്നത്. സെക്ഷൻ 7 കംപ്രഷൻ മെമ്പറിന്റെ ഡിസൈനിന്റെ കേസ് ഉണ്ടായിരുന്നു. അതേപോലെ മറ്റേ ഇത് പാറ്റേൺ കോളം ലേസ് കോളത്തിന്റെ ഒക്കെ സ്റ്റെപ്പും പ്രൊസീജിയറും ഗൈഡ് ലൈൻസ് ഒക്കെ സെക്ഷൻ 7 വരുന്നതാണ്. അതേപോലെ കോളം ബേസിന്റെ കേസും വന്നിരുന്നത് സെക്ഷൻ 7 ഇനി സെക്ഷൻ 8 എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് മെമ്പേഴ്സ് സബ്ജക്ട് ടു ബെൻഡിങ് ആണ്. ബെൻഡിങ്ങില് ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബെൻഡിങ് കേസ് വരുന്ന എല്ലാ സ്റ്റീൽ മെമ്പറിന്റെ ഡിസൈനും അനാലിസിസ് എല്ലാം സെക്ഷൻ 8 ഓഫ് IS കോഡിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതേപോലെ സെക്ഷൻ 9 എന്ന് പറയുന്നത് ബീം കോളമാണ്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നതാണ്. ബീം കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീമില് ആക്സിയൽ ഫോഴ്സും അതേപോലെ ബെൻഡിങ് ഫോഴ്സും ഒരേപോലെ ആക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കിത് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് പ്യുവർ ബെൻഡിങ് ആണ്. അതും LTB ഇല്ലാത്തത്, പ്യുവർ ലാറ്ററൽ റെസ്ട്രെയിൻ ബീം മാത്രമേ പഠിക്കാനുള്ളൂ. കോഡ് ഒന്ന് ഓടിച്ച് നോക്കുവാണെങ്കിൽ സെക്ഷൻ 8.1 ജനറൽ സം കണ്ടന്റ്സ്, ദെൻ എഫക്റ്റീവ് സ്പാൻ ഓഫ് ബീം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആവാന്ന് വെച്ചാൽ നമുക്ക് കോളത്തിന്റെ കേസിൽ നമുക്ക് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ബീം ആയിരുന്നു. അത് നമുക്ക് എന്തായിരുന്നു, അതായത് ഒരു ടേബിൾ വന്നിരുന്നു. ആ ടേബിളിലെ എൻ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആ K/L വാല്യൂ, K/L അങ്ങനെയായിരുന്നു നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളം ഫൈൻഡ് ചെയ്യുന്നത്. പറഞ്ഞു തരുന്നത് തന്നെയാണ്. ലാറ്ററലി സപ്പോർട്ട് അൺസപ്പോർട്ടിന്റെ M ഷിഫ്റ്റ് ലെസ് ദാൻ MD പറഞ്ഞിരുന്നതാണ്. ലാറ്ററലി അൺസപ്പോർട്ടിന്റെ കേസിലേക്ക് വരുമ്പോൾ നമുക്ക് പറഞ്ഞൊരു 67 എപ്സിലോൺ ആയാൽ മാത്രമാണ് ഷിയർ വെബ് ഷിയർ ബക്കിളിംഗിൽ ആവാതിരിക്കുള്ളൂ അല്ലെ. D/TD DW നമുക്ക് ഷിയർ ബക്കിളിംഗ് ചാൻസസ് ഉണ്ട് ഫോർ ദ വെബ്. അത് ചെക്ക് ചെയ്യണം ആദ്യം. ഇപ്പോ സെക്ഷൻ വിത്ത് വെബ് സസെപ്റ്റബിൾ ടു ഷിയർ ബക്കിളിംഗ് ബിഫോർ yielding, അതിന്റെ ഒരു കേസ് വരുന്നുണ്ട്. അതായത് D/TW വാല്യൂ 67 എഫ്സിലോട്ട് മുകളിലാണെങ്കിൽ ഇങ്ങനെ അനലൈസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ വെബ് ബക്കിൾ ചെയ്യും, പ്യുവർ ബെൻഡിങ് ഉണ്ടാവില്ല. അതേപോലെ 67 താഴെയാണെങ്കിൽ അത് പ്യുവർ ബെൻഡിങ് ആയിരിക്കും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ, ഈ MDയുടെ ഇക്വേഷൻ, ഈ ഇക്വേഷൻ വരുന്നത് നമ്മൾ പഠിച്ച ഇക്വേഷൻ വരുന്നത് മറ്റേ ലോ ഷിയറിന്റെ കേസിലാണ്. ഹൈ ഷിയർ ആകുമ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട്. പ്ലാസ്റ്റിക് കോമ്പാക്ടിന്റെ ഒരു ഇക്വേഷൻ, സെമി കോമ്പാക്ട് രണ്ടിന് വേറെ ഇക്വേഷൻ ആണ്. അപ്പോ ലോ ഷിയറിന്റെ കേസിൽ β/bയുടെ ഇക്വേഷൻ പഠിച്ചു. ഇവിടെ പറയുന്നുണ്ട് β/b വാല്യൂ 1 ആണ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോമ്പാക്ടിന്, β/bയുടെ വാല്യൂ ZD/ZP ആണ് സെമി കോമ്പാക്ട്. നമ്മളിപ്പോ നോക്കിയ ഇക്വേഷൻ ആണിത്. Then the coral clauses, പിന്നെ ഹോൾസ് ഇൻ ടെൻഷൻ സോൺ ഞാൻ സ്കിപ്പ് ചെയ്തതാണ്, അതിന് ആവശ്യമില്ല. ഷിയർ ലാഗിന്റെ എഫക്ട് ഇത് അഡ്വാൻസ്ഡ് ആണ്. ഷിയർ ലാഗ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു വേരിയേഷൻ ആണ് ത്രൂ ഔട്ട് ദ ക്രോസ് സെക്ഷൻ. സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഡിസൈൻ അബൌട്ട് ദ ലാറ്ററലി റെസ്ട്രെയിൻ ബീംസ്. ഇത് പഠിക്കണ്ട, പക്ഷെ സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അൺസപ്പോർട്ടഡ് ആകുമ്പോൾ ഇത്തിരി കോംപ്ലക്സ് ഇക്വേഷൻസ് ഒക്കെ വരും. ബേസിക് ഇക്വേഷൻ സെയിം ആണെങ്കിലും FBD എന്നുള്ള വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് കുറച്ചധികം ഇക്വേഷൻസ് ഉണ്ട്. ടു ഫൈൻഡ് കപ്പാസിറ്റി എസ്റ്റിമേഷൻ, എഫക്ട് ലെങ്ത് ഫോർ LTB. LTBക്ക് തന്നെ വേറെ എഫക്ട് ലെങ്ത് ഉണ്ട്. ലാറ്ററൽ ബക്കിളിംഗ് ഇക്വേഷൻസ് ഉണ്ട്, കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഇത് ശരിക്കും LTBയുടെ ഇക്വേഷൻസ് ആണ്. അതായത് LTBയുടെ എഫക്റ്റീവ് ലെങ്ത് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്, അല്ലെങ്കിൽ ടേബിൾ ആണ്. So many things are there. So we'll come to a problem. Problem ഞാൻ പതിയെ പറഞ്ഞു പോവാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. Okay. A simply supported സ്റ്റീൽ ജോയിസ്റ്റ്. ഇപ്പൊ നമ്മൾ സ്റ്റീൽ ജോയിസ്റ്റ്, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ്, അതായത് ബീം തന്നെയാണ് ജോയിസ്റ്റ്,
പറഞ്ഞിരുന്ന മുന്നേ, അതായത് വലിയൊരു ബീമിൽ ഇടയിൽ ചേരുന്ന ചെറിയ ചെറിയ ബീംസ് ആണ് ജോയിസ്റ്റ്. സോ ഇറ്റ്സ് എ ബീം ബേസിക്കലി. സോ എ സിംപ്ലി സപ്പോർട്ടഡ് സ്റ്റീൽ ജോയിസ്റ്റ് ഓഫ് 4 meter effective span. Effective span തന്നിട്ടുണ്ട്, 4 meter തന്നിട്ടുണ്ട്. ഈസ് ലാറ്ററലി സപ്പോർട്ടഡ് ത്രൂ ഔട്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ലാറ്ററൽ സപ്പോർട്ടഡ് ആണ്. അപ്പൊ നമുക്ക് കുറെ തലവേദന ഒഴിഞ്ഞു എന്ന് പറയാം, ബിക്കോസ് അധികം കാൽക്കുലേഷൻസ് ഇല്ല. ഇഫ് ഇറ്റ് ക്യാരീസ് എ ടോട്ടൽ UDL ഓഫ് 40 kilonewton, ഇതാണ് UDLന്റെ വാല്യൂ, ഇൻക്ലൂസീവ് ഓഫ് സെൽഫ് വെയിറ്റ്. അപ്പൊ സ്റ്റീൽ ബീമിന്റെ വെയിറ്റ് ഇൻക്ലൂഡഡ് ആണ് 40 kilonewton. ഇത് ടോട്ടൽ UDL ആണ്. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ടോട്ടൽ വാല്യൂ ആണ്, പെർ മീറ്റർ അല്ല. ലെറ്റ്സ് സീ ഹൗ ഇറ്റ്സ് ഡൺ. 40 kilonewton ആണ് ടോട്ടൽ UDL വന്നിരിക്കുന്നത്. Design an appropriate section using the steel of grade Fe410. ഇത് പെർ മീറ്റർ ആണോ എന്ന് അറിയില്ല, അത് നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. Design appropriate section using the steel of grade Fe410. അപ്പൊ ഈ ഒരു ലോഡ് ഈ ഒരു എഫക്റ്റീവ് ലെങ്ത്തിൽ എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ ബെയർ ചെയ്യാൻ പറ്റിയ നമുക്കൊരു സിംപിൾ സപ്പോർട്ടഡ് ബീം ഡിസൈൻ ചെയ്യണം. അതാണ് നമ്മുടെ പ്രോബ്ലം. സ്റ്റീൽ ഗ്രേഡ് വന്നിട്ടുണ്ട്. ആൻസറിലേക്ക് പോകുമ്പോൾ ടോട്ടൽ UDL ആണ്, അപ്പോൾ പെർ മീറ്റർ അല്ല. നോട്ട് പെർ മീറ്റർ. സോ ടോട്ടൽ UDL അറ്റ് സർവീസ് ഈസ് 40 kilonewton. ആകെ 40 kilonewton ലോഡാണ് വരുന്നത് എൻ്റെ ലെങ്ത്തിൽ. അസ്യൂമിങ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഓഫ് ലോഡ് 1.5. അപ്പോൾ നമ്മൾ ഡിസൈനിൽ ചെയ്യുന്നതാണ്, നമുക്ക് സർവീസ് ലോഡാണ് 40. ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 40 × 1.5 വിൽ ഗിവ് 60. 60 kilonewton ടോട്ടൽ UDL ലോഡ് എടുക്കാൻ പറ്റിയ ബീമ ഡിസൈൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഒരു ഇതാണ് വരുന്നത്. ഇനി നമുക്ക് ലോഡല്ല വേണ്ട, ബെൻഡിങ് മൊമെന്റ് ആണ് വേണ്ടത് ടു ഡിസൈൻ. സോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് WL²/8. നമുക്കത് പ്യുവർ സിംപിൾ സപ്പോർട്ടർ ആണ്. ഞാൻ വരയ്ക്കുകയാണെങ്കിൽ 2 സിംപിൾ സപ്പോർട്ടഡ് സപ്പോർട്ട്സ്, ഇത് ഇങ്ങനെ UDL ആവുമ്പോൾ ഇങ്ങനെയാണ് അല്ലെ, പാരാബോളിക് വേരിയേഷൻ ആണ്, WL²/8 ആണ്. ഇത് പോയിന്റിലൂടെ ആയിരുന്നെങ്കിൽ ട്രയാങ്കിൾ. അപ്പൊ UDLന്റെ കേസിൽ പ്യുവർ ആയിട്ട് WL²/8 ആണ്. നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ്. നമുക്ക് WL വന്നിട്ടുണ്ട്. WL ടോട്ടൽ ലോഡാണ് 40. 60 ഇപ്പൊ ആയി, ബിക്കോസ് ഫാക്ടറി ലോഡാണ്. 60 × ടോട്ടൽ ലെങ്ത് എഫക്റ്റീവ് ലെങ്ത് 4 ആണ്. സോ 60 × 4/8. അപ്പൊ 30 kilonewton മീറ്റർ ആണ് നമുക്ക് നമ്മുടെ ബീമിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് വാല്യൂ. ഇനി ഷിയർ ഫോഴ്സ് WL/2 ആണ്, അതറിയാം. അതായത് ടോട്ടൽ ലോഡ് 60 ആണ്. 2 സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ട് 1, സപ്പോർട്ട് 2. ഒരു സപ്പോർട്ടിലേക്ക് 60/2 30 kilonewton. സോ നമുക്ക് ഡിസൈൻ മൊമെന്റ് ആൻഡ് ഡിസൈൻ അല്ലെങ്കിൽ ആക്ടിങ് മൊമെന്റ് ആൻഡ് ആക്ടിങ് ഷിയർ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി ട്രയൽ സെക്ഷൻ, നമുക്ക് സെക്ഷൻ ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇത് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ട്രയൽ സെക്ഷൻ പ്രിപ്പയർ ചെയ്യും. അപ്പൊ നമുക്കറിയാം M = F × Z. ഇക്വേഷൻ ആണ് ഇതിന്റെ ഏറ്റവും, ബീമിന്റെ എല്ലാ കേസിലും ബേസ് ഇക്വേഷൻ ആണ് FZ. നമുക്ക് അറിയാത്ത വാല്യൂ Z ആണ് ശരിക്കും സെക്ഷന്റെ പ്രോപ്പർട്ടി. ഇതെല്ലാം ആക്ട് ചെയ്യുന്ന മൊമെന്റും ഇത് സ്ട്രെസ്സും ആണ്. അപ്പൊ നമുക്ക് Z ആണ് നമുക്ക് അറിയാത്തത്. സോ ZP റിക്വയർഡ് എത്ര വേണമെന്ന് ഫൈൻഡ് ചെയ്യുമ്പോൾ M × Γ_M0 / Fy. ബിക്കോസ് Fy / Γ_M0 വരേണ്ടത്, ബിക്കോസ് സ്ട്രെസ്സിനെ നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി പുട്ട് ചെയ്യുന്നത്. സോ y വരുമ്പോൾ മുകളിലേക്ക് വരുന്നതാണ് M × Γ_M0. സോ മൊമെന്റ് × 1.1/250 132 × 10³ mm³. ഈ യൂണിറ്റ് നോക്കണം, കാര്യം I മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് എപ്പോഴും mm⁴ ആണ്. ബിക്കോസ് BD³ റെക്ടാംഗിളിലാണെങ്കിൽ BD³/12 ആണ്, റൈറ്റ്. സോ B ഒരു mm, ഇവിടെ 3 mm, mm³ വരും. ഇപ്പൊ mm4 ആണ് Iക്ക് വരുന്നത്. ബിക്കോസ് by ഡിവൈഡ് ബൈ ന്യൂട്രലൈസ് എന്നുള്ള ഒരു ഡയമെൻഷൻ വരുന്നതുകൊണ്ട് D/2 എന്ന് വരുന്നതുകൊണ്ടാണ് ഇസെറ്റിന്റെ വാല്യൂ എപ്പോഴും mm³ ആയിരിക്കും. ഇനി ടേബിൾ 46 പേജ് 138 ഓഫ് IS 800, അത് നമ്മൾ അനക്സ് ആണെന്ന് തോന്നുന്നു. സോ ടേബിൾ പേജ് 138, അനക്സ് പേജിലേക്ക് പോകണം. അനക്സ് 138.
നമുക്ക് നമ്മളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ബീംസ് ആണ്. അപ്പോ നമുക്കിപ്പോ കയ്യിലുള്ളത് സെക്ഷൻ മോഡുലസ് ആണ്. അപ്പോൾ നമുക്കിവിടെ സെക്ഷൻ മോഡുലസ് ഉണ്ട്, പ്ലാസ്റ്റിക് മോഡുലസ് ഉണ്ട്. നമുക്ക് പ്രോബ്ലത്തിൽ Z നമുക്ക് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് റിക്വയർഡ് വാല്യൂ 132 × 10⁻³ ആണ്. അപ്പൊ ഇവർ ചൂസ് ചെയ്തിരിക്കുന്ന ISLB 200 ആണ്. ISLB 200 194. ISLB 200 ISLB ഇതല്ലേ ISLB 200 194.24. Let's go with this one. I think ഇതാണ് തോന്നുന്നത്. ISLB 200 194 കാണുന്നില്ല. I think this value. Let's see the values. അപ്പൊ ഇതിന്റെ എടുത്തെഴുതിയ വാല്യൂസ് നോക്കുക. Hന്റെ വാല്യൂ 200 ബിക്കോസ് എന്തായാലും 200 തന്നെ ആയിരിക്കും. ബ്രെഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ചെക്ക് ചെയ്യാം. അത് 100 ആണ്. 100ഉം തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 7.3 വെബ് 5.4. ഇതിന്റെ നോക്കുക, അത് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച് ശരിയാണ് 100 ആണ്. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് 7.3 ആണ്. തിക്നെസ് ഓഫ് വെബ് 5.4 ആണ് അല്ലെ? അപ്പൊ സെയിം സെക്ഷൻ തന്നെയാണ്. എടുത്തെഴുതിയ ഈ ഇത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി എഴുതാം. നമുക്ക് സെഷൻസ് കിട്ടി. ഇനി ഇതിന്റെ വാല്യൂസ്, അതായത് ZPZ, ZEZ, IZ, IY ഇതൊക്കെ എടുത്തെഴുതാം. അതായത് നമുക്ക് ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കറസ്പോണ്ടിങ് സെഷന്റെ ഇവിടേക്കാണ് വാല്യൂസ് വരുന്നത്. സോറി, 169ഉം 184ഉം ZEയും ZPയും 169ഉം 184ഉം. അതേപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂസ് ഇല്ല. ബട്ട് യു ക്യാൻ ഇത് ഐസെക്ഷൻ ആയതുകൊണ്ട് ഈ വാല്യൂനെ ഡിവൈഡ് ബൈ 100 ആണ് ചെയ്യേണ്ടത്. ബിക്കോസ് ഡെപ്ത് 200 അല്ലേ? ഇതിന്റെ 100 വെച്ച് സോറി ഇത് ഇൻറ്റു ചെയ്യണം. ബിക്കോസ് IZ ഡിവൈഡ് ബൈ 100 ആണ് ഈ വാല്യൂ. അപ്പൊ ഈ വാല്യൂ ഇൻറ്റു 100 ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. അതാണ് ZEZ ഇൻറ്റു 100 വിൽ ഗീവ് യു 1696.6. അതേപോലെ ഇതിന്റെ വാല്യൂ, സോറി ഇത് ഡയറക്ഷൻ വേറെയാണ്. ഇത് IZഉം ഇത് IYയും ആണ്. ഐ തിങ്ക് Y is not available in the code. സെക്ഷൻ മോഡുലസ് RZ. ഇത് നിങ്ങൾക്ക് ഇത് സ്റ്റീൽ ടേബിളിൽ പോകേണ്ടി വരും. ബിക്കോസ് ഈ ടേബിളില് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ വാല്യൂസ് ഇല്ല. ലെറ്റ്സ് സീ where is required. അതിനും നമുക്ക് ഇതുണ്ട്, പക്ഷെ നമുക്കത് സോ ഈ രണ്ട് വാല്യൂസ് അനക്സിലില്ല. നമുക്കത് സ്റ്റീൽ ടേബിളിൽ നിന്ന് ഫൈൻഡ് ചെയ്യണം. ഈ രണ്ട് വാല്യൂസ് അല്ല, ബേസിക്കലി IYയുടെ വാല്യൂ. ഇനി ഡെപ്ത് ഓഫ് വെബ്. ഡെപ്ത് ഓഫ് വെബ് D is equal to 200 മൈനസ്, അതായത് നമുക്ക് ടോട്ടൽ സെഷന്റെ ഡെപ്ത് ആണ് 200 വരുന്നത്. അപ്പോൾ D is equal to 200 മൈനസ് 2 ഇൻറ്റു തിക്നെസ് ഓഫ് ഫ്ലാഞ്ചും കുറയ്ക്കണം, റൂട്ട് റേഡിയസും കുറയ്ക്കണം. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഐസെക്ഷൻ ഉണ്ട്. ഐസെക്ഷന്റെ ഇങ്ങനെ തിക്നെസ് കാണിച്ചു കഴിഞ്ഞാൽ തിക്നെസ് ഇങ്ങനെയുണ്ട്, തിക്നെസ് ഇങ്ങനെയുണ്ട്. അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു ഐസെക്ഷൻ വന്നാലും ഇവിടെ നമുക്കൊരു ഇങ്ങനൊരു കട്ടിങ് ഉണ്ട്. നമ്മള് എന്താ റോൾഡ് സെക്ഷൻ ആയതുകൊണ്ട് വെൽഡ് ചെയ്യാതെ റോൾ ചെയ്ത് വരുന്ന സെക്ഷൻ ആയതുകൊണ്ട്, വെൽഡ് ചെയ്യുവാണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു സിംഗിൾ പ്ലേറ്റ് ആയിരിക്കും വെബ് ഉണ്ടാവുക, ഒരു പ്ലേറ്റ് ആയിരിക്കും ഫ്ലാഞ്ച് ഉണ്ടാവുക, അതേപോലെ ഫ്ലാഞ്ച് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ റൂട്ട് റേഡിയസിന്റെ കേസ് വരുന്നില്ല. ബട്ട് റോൾഡ് സെക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കർവ് ഉണ്ടാവും. സോ ഈ കർവിന്റെ വാല്യൂ കുറയ്ക്കണം, അതായത് ഇവിടുത്തെ വാല്യൂ ഇവിടുത്തെ വാല്യൂ. അതേപോലെ രണ്ട് ഫ്ലാഞ്ചും സെയിം ആയതുകൊണ്ട് ഇപ്പൊ 2 times ദ തിക്നെസ് പ്ലസ് റൂട്ട് കുറച്ച് കഴിഞ്ഞാൽ വെബിന്റെ മാത്രം നമുക്ക് ഹൈറ്റ് കിട്ടും. അപ്പോ ഈ 7.3 നമുക്ക് ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് ഫൈൻ. ആൻഡ് വി ഹാവ് ദ വാല്യൂ 9.5 എന്നുള്ള വാല്യൂ കോഡിലുണ്ട്. ഇതില് നോക്കി കഴിഞ്ഞാല് റൂട്ട് റേഡിയസ്
അതും നിങ്ങൾക്ക് സ്റ്റീൽ ടേബിളിൽ നോക്കേണ്ടി വരും. ആ രണ്ട് വാല്യൂസും ഈ അനക്സിലില്ല. അത് ഞാൻ നിങ്ങൾക്ക് മുന്നേ അയച്ചത് സ്റ്റീൽ ടേബിളിൽ എല്ലാ സെക്ഷനും ഉണ്ട്. സെക്ഷന്റെ പ്രോപ്പർട്ടി കൂടുതലായിട്ടുണ്ട്. അതിനകത്ത് കറസ്പോണ്ടിങ് സെക്ഷൻ, കറസ്പോണ്ടിങ് വെയിറ്റ് പെർ മീറ്റർ എടുത്തു കഴിഞ്ഞാൽ റൂട്ട് റേഡിയസിന് ഓപ്ഷൻ ഉണ്ടാവും. ആ റൂട്ട് റേഡിയസിന്റെ ഇതിൽ വരുന്ന വാല്യൂസ് ആണ് ഈ R1. നമുക്ക് ചെക്ക് ചെയ്യാം 99.5 വാല്യൂ. അത് നോക്കുക, നോക്കിയിട്ട് കിട്ടില്ലെങ്കിൽ പറയാനോട്. ഓക്കെ, അപ്പൊ നമുക്ക് ശരി കിട്ടുന്ന വാല്യൂ 166.4 mm ആണ്. ഇത് ഫൈൻഡ് ചെയ്തു. ഇത് ഇമ്പോർട്ടന്റ് വാല്യൂ ആണ്. ബിക്കോസ് നമുക്ക് വെബ് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ഡെപ്ത് ഓഫ് വെബിന്റെ ആവശ്യമുണ്ട്, റൈറ്റ്? ഇനി സെക്ഷൻ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് സെക്ഷൻ ഇനി ഏതാണ്, പ്ലാസ്റ്റിക് ആണോ അല്ലെങ്കിൽ കോമ്പാക്ട് ആണോ സെമി കോമ്പാക്ട് ആണോ ഐഡന്റിഫൈ ചെയ്യും. ഇതിൽ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സെക്ഷൻസ് എല്ലാം തന്നെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെമി അല്ലെങ്കിൽ കോമ്പാക്ട് എന്തായാലും ആയിരിക്കും. അത് മാത്രം നമ്മൾ പൊതുവെ ചൂസ് ചെയ്യുള്ളൂ ടു എക്കണോമൈസ് സെക്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ചെക്ക് എന്നുള്ളത് അക്കാദമിക് പർപ്പസ് മാത്രമാണ്, അത് ആ പ്രൂഫ് കാണിക്കുന്നത് എന്നുള്ളത് മാത്രമാണ്. ബട്ട് ലെറ്റ് സി ലൈക്ക് ദ സെക്ഷൻ ക്ലാസിഫിക്കേഷൻ എപ്സിലോൺ വാല്യൂടെ ആവശ്യമുണ്ട്. നമുക്ക് ആ ടേബിളിൽ കുറച്ച് നമുക്കറിയാലോ, ടേബിൾ 2 അല്ലെ, എവിടെയാട്ടോ അത് 3 ഐ തിങ്ക് ടേബിൾ 2. സോ ഇതാണ് വരുന്നത് ലിമിറ്റിംഗ് വിഡ്ത് ടു തിക്നെസ് റേഷ്യോ. നമ്മുടെ റോഡ് സെക്ഷനാണ് ഇത്. ഈ ടേബിള് പറഞ്ഞ പോലെ ഇത് കോളത്തിനും അതേപോലെ തന്നെ ബീംസിനും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. ബിക്കോസ് ക്രോസ് സെക്ഷന്റെ പ്രോപ്പർട്ടിയാണ് ഫൈൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് ഫ്ലാഞ്ചിന്റെ കേസും നമുക്ക് ഇവിടെ അറിയാം. എഫ്സിലോൺ നമുക്ക് ഫൈൻഡ് ചെയ്യണം. എഫ്സിലോണിന്റെ വാല്യൂ 250/(all_power) 0.5 ആണ്. അതേപോലെ തന്നെ B/TFന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത് ഫ്ലാഞ്ചിന്റെ സെന്റർനെസ് അറിയാൻ വേണ്ടിയിട്ട്. ഫ്ലാഞ്ചിന്റെ ഫൈൻഡ് ചെയ്യണം, അതേപോലെ തന്നെ ഡെപ്തിന്റെ ഫൈൻഡ് ചെയ്യണം. സോ B/TFന്റെ വാല്യൂ കിട്ടുന്നത് ഇതുപോലെ നോക്കണം. അതായത് ഇതില് എന്താണ് ബി എന്നുള്ളത് നമുക്കറിയാം. അതായത് നെക്സ്റ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ ഐ സെക്ഷൻ ആണെങ്കിൽ ഐ സെക്ഷന്റെ ഫ്ലാഞ്ചിന്റെ ഹാഫ് വിഡ്ത്ത് ആണ് ബി. ഹാഫ് വിഡ്ത്ത് ആണ് ബി. അതുകൊണ്ടാണ് ഇവിടെ B/TF ചെയ്തിരിക്കുന്നത്. അതായത് B/TF എന്ന് പറയുമ്പോൾ ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് 100 ആണ്. അപ്പൊ 100/2 ആണ് ബി വരുന്നത്. ഓൾ ഡിവൈഡ് ബൈ 7.3 6.85 ഒരു വാല്യൂ. അത് ഫ്ലാഞ്ചിന്റെ വാല്യൂ. അത് ലെസ് ദാൻ 9.4 എപ്സിലോൺ ആണ്. അതെന്താ 9.4 എപ്സിലോൺ? 9.4 എപ്സിലോൺ എന്ന് പറയുമ്പോൾ നോക്കുക, അതെ ഇവിടുത്തെ വാല്യൂ ആണ്. അതായത് 9.4-നേക്കാളും താഴെയാണ്. സെക്ഷൻ ഈസ് പ്ലാസ്റ്റിക്. അതായത് ഫ്ലാഞ്ചിന്റെ കേസിൽ സെക്ഷൻ പ്ലാസ്റ്റിക് ആണെന്ന് മനസ്സിലായി. സിമിലർലി വെബിന്റെ കേസിൽ D/TW നമുക്ക് ഡെപ്ത് ഓഫ് വെബ് നമുക്ക് അറിയാം, കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൈ TW 5.4 30.81 വന്നു. അതെ ബൈ TW 84 എപ്സിലോൺ അതിനേക്കാളും 84 എപ്സിലോണിനേക്കാളും താഴെ. ഇതില് 1/1+R1 ഉള്ള വാല്യൂ നമുക്ക് ഇതിൽ R1 ഉള്ള വാല്യൂ ഇതിൽ R1 ഉള്ള വാല്യൂ R1 ഈസ് ദ ആക്ച്വൽ ആവറേജ് ആക്സിയൽ സ്ട്രെസ് ബൈ ഡിസൈൻ കമ്പോസിഷൻ. എപ്പോഴും ഇത് എടുക്കുക 1 ആയിട്ട് എടുക്കുക. അത് അങ്ങനെയാണ് ശരിക്കും 84 എപ്സിലോൺ ഡിവൈഡ് ബൈ 242 വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് നോക്കിയാൽ മതി 42 എപ്സിലോൺ. അപ്പോൾ ഇതിന്റെ വാല്യൂ, അതായത് D/TWയുടെ വാല്യൂ 42 എപ്സിലോണേക്കാൾ താഴെയാണെങ്കിൽ ഇസ് പ്ലാസ്റ്റിക്. നമ്മുടെ വാല്യൂ ബിക്കോസ് നമുക്ക് എഫ്സിലോണിന്റെ വാല്യൂ കൂടി ഒരു ഇഷ്യൂ ഉണ്ട്. കാര്യം എഫ്സിലോണിന്റെ വാല്യൂ എടുക്കുമ്പോൾ നമ്മുടെ സെക്ഷൻ 410 ആണ്, റൈറ്റ്? 410 ആണ് നമ്മുടെ സെക്ഷൻ വരുന്നത്. സോറി,
410 ആണ്. 410 ആകുമ്പോൾ 250 ഡിവൈഡ് ബൈ 410 ഓൾ പവർ 0.5 എടുക്കുമ്പോഴാണ് നമുക്ക് എപ്സിലോൺ കിട്ടുക. എന്നാലും അത് ചെക്ക് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ലെസ് ദാൻ ദ വാല്യൂ, ലിമിറ്റിലായിരിക്കും വാല്യൂ വരിക. അതായത് എപ്സിലോണിന്റെ വാല്യൂ കിട്ടും. 42 ഇൻറ്റു ഈ വാല്യൂ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും ചെറിയ വാല്യൂ ആണ് ഈ കിട്ടുന്ന വാല്യൂ. അങ്ങനെ അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ആവുന്നത്. അതേപോലെ തന്നെ ഇതിപ്പോ ഈവൻ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോലും ഇക്വേഷൻ സെയിം ആണ്. പ്ലാസ്റ്റിക്കിനും അതേപോലെ തന്നെ സെമി കോമ്പാക്റ്റിനും, റൈറ്റ്, പ്ലാസ്റ്റിക്കിനും സെമി കോമ്പാക്റ്റിനും ഒരേ വാല്യൂസ് ആണ്. ആകെ പ്ലാസ്റ്റിക്കിന്റെ സെമി കോമ്പാക്റ്റിനും ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, കോമ്പാക്റ്റും പ്ലാസ്റ്റിക്കും എന്താ പറയുക, പ്ലാസ്റ്റിക് മൊമെന്റിൽ എത്തും. പ്ലാസ്റ്റിക് ഇത്രയും കൂടി ഡക്റ്റൈൽ ആണ്, ഇത്രയും കൂടി കൂടുതൽ ഡക്റ്റൈൽ ആണ് പ്ലാസ്റ്റിക്. കപ്പാസിറ്റി രണ്ടിനും ഒന്ന് തന്നെയാണ്. സോ ഇറ്റ് വിൽ ബി വിത്തിൻ ദ ലിമിറ്റ്. നമുക്ക് കിട്ടുന്ന പ്ലാസ്റ്റിക് ആണ്. സോ സെക്ഷൻ ഇസ് പ്ലാസ്റ്റിക്. സോ ഫ്ലാഞ്ചും പ്ലാസ്റ്റിക് ആണ്, വെബും പ്ലാസ്റ്റിക് ആയതുകൊണ്ട് മൊത്തം സെക്ഷൻ പ്ലാസ്റ്റിക് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാലോ, കണ്ടുപിടിച്ചു. ഇനി ഡി ബൈ ടി ഡബ്ല്യൂയുടെ വാല്യൂ 67 എഫ്സിലോണ് താഴെയാണ്. ഇത് നമ്മുടെ ക്ലോസ് ആണ്. അതായത് 67 എഫ്സിലോണ് മുകളിലായിരുന്നെങ്കിൽ വെബ് ബക്കിൾ ചെയ്യുമായിരുന്നു, ഷിയർ ബക്കിളിംഗ് ഉണ്ടാവുമായിരുന്നു. സോ വാല്യൂ 67 എഫ്സിലോണിലേക്കാളും താഴെ ആയതുകൊണ്ട് ദർ വോണ്ട് ബി എനി ഷിയർ ബക്കിളിംഗ്. ഇവിടെ പഠിച്ചൊരു ക്ലോസ് ആണ്. ആദ്യം എടുത്ത ആ ഒരു ഇവിടെ നോക്കിയതാണ്. ഇ ബൈ ടി ഡബ്ല്യൂയുടെ വാല്യൂ 67 മുകളിലായിരുന്നെങ്കിൽ ഈ ഇവിടെ വെബ് ബക്കിളിംഗ് വരും. 67 താഴെ ആയതുകൊണ്ട് നോ ഷിയർ ബക്കിളിംഗ് ആണ്. ഷിയർ ബക്കിളിംഗ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കപ്പാസിറ്റിയുടെ വാല്യൂ ഇതാണ്. കപ്പാസിറ്റി വിൽ ബി ഷിയർ ഏരിയ ഇൻറ്റു 0.6 ലേക്ക് വരുമ്പോൾ so design shear capacity VD is equal to Fy by 0.3, sorry, √3. ഇതാണ് ഷിയർ സ്ട്രെസ്. Fy by √3. അതാണ് 0.6 ഇൻറ്റു ഷിയർ ഏരിയ ആണ് H ഇൻറ്റു DW. ഇത് ക്ലിയർ അല്ല? ഷിയർ ഏരിയ ഇവിടെ കാണിച്ചിട്ടുള്ള ഷിയർ ഏരിയ ഇൻറ്റു Fy by √3. അപ്പോൾ Fy by √3 അറിയാം. പിന്നെ Fy യുടെ ഫാക്ടർ സേഫ്റ്റി ആണ് Fy by ഗാമ m0. ഷിയർ ഏരിയ ആണ് H ഇൻറ്റു DW. H എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ സെക്ഷൻ ആണ്. ബിക്കോസ് നമ്മള് ഐസെക്ഷൻ ഉണ്ടെങ്കിൽ ഇതില് ഷിയർ റെസിസ്റ്റ് ചെയ്യുന്നത് ഇത്രയും ഇത് ഏരിയാസ് ആണ്. അതായത് ഈ എൻറ്റയർ ഹൈറ്റ് ഇൻറ്റു തിക്നെസ് ഓഫ് ദ വെബ്. വേറെ കളറില്ല. ഓക്കെ, സോ എൻറ്റയർ ഹൈറ്റ് ഇൻറ്റു ഈ വെബിന്റെ തിക്നെസ്. അതാണ് ഷിയർ കപ്പാസിറ്റി. നമുക്ക് 250 by √3 ഇൻറ്റു 1.1 ഇൻറ്റു 200 ഇൻറ്റു 5.4. നമുക്ക് അറിയാം വാല്യൂ, ടി ഡബ്ല്യൂയുടെ വാല്യൂ. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ 141.71 ആണ്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഷിയർ കപ്പാസിറ്റി ഓഫ് ദ സെക്ഷൻ ഈസ് 141.71. നമുക്ക് ആക്ട് ചെയ്യുന്ന ലോഡ് 30 ആണ്. ഇത് നമുക്ക് അടുത്ത കേസ് എന്ന് പറയുമ്പോൾ സോറി, ഈ ഒരു കേസ് ഇനി ഇത് ലോ ഷിയർ ആണോ അല്ലെങ്കിൽ ഹൈ ഷിയർ ആണോ നോക്കണം. ബിക്കോസ് ലോ ഷിയറിനും ഹൈ ഷിയറിനും ഡിഫറെന്റ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം 30 ആണ് ആക്ട് ചെയ്യുന്നത്, കപ്പാസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നോക്കുക, അതായത് ചെക്ക് ഫോർ ഹൈ ഓർ ലോ ഷിയർ. 0.6 ഇൻറ്റു BD, 0.6 ഇൻറ്റു 141.71, 85.02. So we should be less than 0.6. So low shear case. ഓക്കെ, ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞൊരു എറർ ഉണ്ടായിരുന്നു, അത് എനിക്ക് ഇപ്പോഴും ആ എറർ പറ്റി, സോറി. അതായത് ആക്ട് ചെയ്യുന്ന ലോഡാണ് നോക്കേണ്ടത്. ആക്ട് ചെയ്യുന്ന ലോഡ് ഇൻറ്റു 0.6. ആക്ട് ചെയ്യുന്ന ലോഡ് 141 ആണ്. 141ന്റെ 60%-നേക്കാളും അല്ലെ, അപ്പോൾ അത് കിട്ടുന്നത് 85.02 ആണ്. സോ വി ഈസ് ലെസ് ദാൻ 0.60. അപ്പോൾ നമുക്ക് ഉള്ള കപ്പാസിറ്റി
capacity അല്ല, സോറി, ശരിയാണ്, ഇത് എസ്റ്റിമേറ്റഡ് വാല്യൂ കപ്പാസിറ്റി അല്ലേ, സോറി ഐ വാസ് കറക്റ്റ്. സോ ആക്ച്വലി 30 is the acting value and the capacity is 141.71. So capacity യുടെ 60%, 141.71ന്റെ 60% ആണ് 85. സോ അതിന്റെ 60, അതായത് കപ്പാസിറ്റിയുടെ 60% പോലും ആക്ട് ചെയ്യുന്ന ലോഡിനേക്കാളും കൂടുതലാണ്. അപ്പൊ അതനുസരിച്ച് ലോ ഷിയർ ആണ്, നെഗ്ലിജിബിൾ ആണ് കമ്പയർഡ് ടു ദ കപ്പാസിറ്റി ഓഫ് സെക്ഷൻ. ലോ ഷിയർ ആകുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് നമുക്ക് ഇവിടെ അപ്പൊ ഈ ഫസ്റ്റ് കേസാണ് വരുന്നത്, ഈ കേസാണ് വരുന്നത്, റൈറ്റ്, ഈ ഒരു കേസ്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷനാണ് ഉള്ളത്, ഒറ്റ ഇക്വേഷനാണ് കോമൺ ഫോർ ഓൾ ദ കേസസ്. അതിൽ തന്നെ രണ്ട് ലിമിറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ട്. സിമ്പിൾ സപ്പോർട്ടർ ആണെന്നുണ്ടെങ്കിൽ 1.2 വരെ പോകാൻ പാടുള്ളൂ. 1.2 into ZD into F by gamma MC ലിമിറ്റ് ചെയ്യണം. കാൻഡിലിവർ ആണെങ്കിൽ 1.5 വരെ പോവാം. ഈ കേസ് അല്ല വന്നേക്കണം. സോ ഇറ്റ്സ് ഫൈൻ. സോ ബാക്ക് ടു ദ കൺവെൻഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ലാറ്ററലി സപ്പോർട്ടഡ് ബീം ആണ്. MD is equal to beta B into ZB into F5 by gamma M0. കോഡൽ ക്ലോസിലേക്ക് പോകും. കുറച്ച് റേസ് എല്ലാം കഴിഞ്ഞിട്ടാണ്. സോറി, പോയിന്റ് ആണ് നമ്മുടെ. ബിക്കോസ് ഞാൻ പറഞ്ഞു സെക്ഷൻ 9 മെമ്പർ സബ്ജക്ട് ടു കമ്പൈൻ ഫോഴ്സ് ആണ്. അതായത് ബീം കോളം കംപ്രഷൻ ടെൻഷൻ ബെൻഡിങ് ഉള്ളത്. കേസ് അതിന്റെ മുന്നത്തെ കേസാണ്. സോ ഈ ഒരു കേസ് ഇതിലേക്ക് വന്നത് ഈ ഒരു കാണിച്ച ഇക്വേഷനാണ്. ഇത് IS കോഡാണ്. IS കോഡിലെ ബീറ്റ ബിയുടെ വാല്യൂ 1 ആണ്. പ്ലാസ്റ്റിക് കോമ്പാക്ടിന് ബീറ്റ ബിയുടെ വാല്യൂ ZD/ZP ആണ് സെമി കോമ്പാക്ഷൻ. സോ അതിലേക്ക് വരുമ്പോൾ for laterally supported MD is equal to beta B into ZB into F5 by gamma M0. Section being plastic. Section plastic ആയതുകൊണ്ട് വാല്യൂ 1 ആണ്, റൈറ്റ്. സോ 1 into ZP നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് IS കോഡിന്റെ ബാക്കിൽ അനക്സിൽ ഉണ്ടായിരുന്ന വാല്യൂ എടുത്ത് എഴുതി. ZP into F5 by gamma M0 is equal to 41.895. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. ബിക്കോസ് നമ്മുടെ സിംപിൾ സപ്പോർട്ടഡ് ബീമാണ്. അങ്ങനെ ആകുമ്പോൾ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1.2 എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോ ചെയ്യുമ്പോൾ 1.2 into ഇത് ZD ആണ്. ഈ കോഡില് പറയുന്നുണ്ട്, ഇവിടെയുണ്ട് 1.2 in case of simple supported 1.5. സോ ZD ആണ് ഇവിടെ ഫൈൻഡ് ചെയ്യുന്നത്. ZD നമുക്ക് ടേബിളിലുണ്ട്. നമുക്ക് ഐയുടെ വാല്യൂ ഇതിന് വേണ്ടി വന്നിട്ടില്ല. ഐയുടെ വാല്യൂ വേണ്ട, നമ്മുടെ ഫിനിഷ് എനിക്കറിയില്ല. ചെക്ക് തരണം. സോ 1.2 into ZZ into F5 by gamma M0. So 1.2 into Zന്റെ വാല്യൂ ഒബ്വിയസ്ലി എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കി. ZPയുടെ വാല്യൂ എപ്പോഴും ഹൈ ആയിരിക്കും. 184 കുറവാണ് 169 into 250 by 1.1 46.28. സോ നമ്മുടെ കപ്പാസിറ്റി 41.895 ആണ്. അത് 46-നേക്കാൾ താഴെയാണ്. സോ ഇതാണ് കപ്പാസിറ്റി. സോ ഓക്കെ, ആ കോഡൽ ക്ലോസ് നമ്മൾ എഗ്രി ചെയ്തു. ഇനി ഓക്കെ, നമുക്ക് ആക്ട് ചെയ്ത വാല്യൂ അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ആക്ടിങ് ബെൻഡിങ് മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 kN ആയിരുന്നു. നമ്മുടെ കപ്പാസിറ്റി 41.89 ആണ്. സേഫ് ആണ്, നോ ഇഷ്യൂസ്. ഇനി ഉള്ള ഒരു മെയിൻ കേസ് ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ആണ്. ഈ ഒരു കേസ് 5/384 ശരിക്കും ഈ സിംപിൾ സപ്പോർട്ടഡ് ബീം UDL ഈ ലോഡ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക, അല്ലെ സോറി ഇങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്യുക. ഡിഫ്ലക്ഷന്റെ ഈ വാല്യൂ ഈ ഒരു ഡിഫ്ലക്ഷന്റെ വാല്യൂ ആണ് 5/384 into WL raised to 4 by EIS. സോ ഇവിടെയാണ് നമുക്ക്
മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ആവശ്യമുള്ളൂ. പക്ഷേ പ്യുവർ ബെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് IZ ആവശ്യമുള്ളൂ, IYയുടെ ആവശ്യമില്ല. സോ 5/384 into the value is substituting load length, effect length കിട്ടുമ്പോൾ 9.82 കിട്ടും. Permissible deflection value is L/300 is equal to 4000/300, 13.13. ഈ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ കിട്ടണമെങ്കിൽ provided as a table. The effective slenderness ratios. ഇതേപോലെ ടേബിളില് ഡിഫ്ലക്ഷനിൽ പറയുന്നുണ്ട്. The partial safety factors, materials in the safety factor. Yeah. അപ്പോൾ നോട്ട് ചെയ്യാം. ടേബിൾ നമ്പർ 6, പേജ് നമ്പർ 31. ഇതിലാണ് ഡിഫ്ലക്ഷൻ ലിമിറ്റ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് എടുക്കേണ്ട കേസ് ഇത് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് അസ്യൂം ചെയ്യുക. വെർട്ടിക്കൽ ലോഡിംഗ് ആണോ, ലാറ്ററൽ ലോഡിംഗ് ആണോ, അതർ ബിൽഡിങ്സ് ആണോ. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് ചൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് നോർമൽ ബിൽഡിംഗ് നോക്കാം. ബിക്കോസ് ഇൻഡസ്ട്രിയിൽ ഇത് പറയുന്നില്ലല്ലോ, ലോഡും കുറവാണ്. അതർ ബിൽഡിംഗ് കേസിൽ വെർട്ടിക്കൽ ലോഡ് ആണെങ്കിൽ വെർട്ടിക്കൽ ലോഡ്, ലൈവ് ലോഡ്, ഫ്ലോർ ആൻഡ് റൂഫ്. ഈ കേസിൽ എലമെന്റ്സ് നോട്ട് സസെപ്റ്റബിൾ ടു ക്രാക്കിംഗ്, അത് നോർമൽ ഒരു എലമെന്റ് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അതിന് ആ കേസിൽ സ്പാൻ ബൈ 300 ആണ് നമ്മൾ അലൗ ചെയ്യുന്ന ഡിഫ്ലക്ഷൻ. ഇത് സിമ്പിൾ സപ്പോർട്ടിന്റെ കേസിലാണ് ഈ വാല്യൂസ് വരുന്നത്. കാൻലിവർ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ കേസാണ്, സ്പാൻ ബൈ 150 സ്പാൻ ബൈ 180 ആണ്. ഇത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. 300 എടുത്താൽ മതി. 300 150 ആയിരിക്കും ഉണ്ടാവുന്ന വാല്യൂസ്. ഓക്കെ, സിമ്പിൾ സപ്പോർട്ട് 300, 150 കാൻലിവർ. Back to the problem. So ഇതിൽ വരുന്ന ഡിഫ്ലക്ഷൻ 9.82 ആണ്. 9.82 എന്നുള്ള ഡിഫ്ലക്ഷൻ L/300 13.13 ആണ്. അപ്പോൾ വിത്തിൻ ലിമിറ്റ് ആണ്. സോ ദർ ഈസ് നോ ഇഷ്യൂസ് അറ്റ് ഓൾ. സോ സേഫ്. ഇനി ഇതിൽ ചെക്ക് ഫോർ വെബ് ക്രിപ്ലിങ്ങും അതേപോലെ തന്നെ ചെക്ക് ഫോർ വെബ് ക്രിപ്ലിംഗ് നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. നിങ്ങൾക്കത് സിലബസിലുള്ളതല്ല. സ്കിപ്പ് ദിസ് വൺ. ഇത്രയും നോക്കിയാൽ മതി. നിങ്ങൾ ഇപ്പൊ ചെക്ക് ചെയ്തിരിക്കുന്നത് ബെൻഡിങ് മൊമെന്റ്, അതായത് സെക്ഷൻ ഈസ് ഹാവിംഗ് അഡ്വക്കേറ്റ് ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി, സെക്ഷൻ ഈസ് ഹാവിംഗ് അഡ്വക്കേറ്റ് ഷിയർ കപ്പാസിറ്റി, സെക്ഷൻ ഈസ് വിത്തിൻ ദ അലവബിൾ ഡിഫ്ലക്ഷൻ ലിമിറ്റ്. ഈ 3 കേസ് ചെക്ക് ചെയ്താൽ മതി. വെബ് ബെയറിംഗ് ക്രിപ്ലിംഗ് യു ക്യാൻ അവോയ്ഡ്. ക്രിപ്ലിംഗ് ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് ഒരു പ്രോബ്ലം നോക്കാം. ഇത് ഇപ്പൊ നോക്കിയതോടെ ഇത്ര ക്ലിയർ ആയിരിക്കും. നമുക്ക് ഇത്തിരി സിമ്പിൾ പ്രോബ്ലം ആണ്. ബിക്കോസ് നമുക്ക് ലോഡൊക്കെ മൊമെന്റ് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ ഡിസൈൻ എ ലാറ്ററലി സപ്പോർട്ടഡ് ബീം. സപ്പോർട്ടഡ് ബീം ആണ് ഓഫ് എഫക്റ്റീവ് സ്പാൻ 6 മീറ്റർ. 4 മീറ്റർ ആയിരുന്നു, ഇപ്പൊ 6 മീറ്റർ ആണ്. ഫോർ ദ ഫോളോയിങ് ഡേറ്റ സ്റ്റീൽ ഗ്രേഡ് വന്നിട്ടുണ്ട് 410, 150, 200, 210 എല്ലാം ഗിവൺ ആണ്. Check for deflection not required. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. whatever. So we know the m value, we know the v value. ട്രയൽ സെക്ഷൻ എടുക്കാം. അത് ഒരു റിവിഷൻ ആണ്. മുന്നേ ചെയ്ത പ്രോബ്ലത്തിന്റെ ജസ്റ്റ് റിവിഷൻ ആണ്. ചെയ്ത എല്ലാ പ്രൊസീജിയറും ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ സെക്ഷന്റെ വാല്യൂ m ഇൻറ്റു ഗാമ m0 ബൈ എഫ് ബൈ പറഞ്ഞു. എഫ് ബൈ ബൈ ഗാമ m0 ആണ്. ബിക്കോസ് ഇത് മെറ്റീരിയലിന്റെ ഫാക്ടർ സെപ്ഷൻ മുകളിലേക്ക് വരുന്നതാണ്. സോ മൊമെന്റ് വിൽ ഗിവ് യു 660 × 10⁻3. ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ IS കോഡിലേക്ക് പോയിട്ട്
അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ചൂസ് ചെയ്യുമ്പോൾ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്, റൈറ്റ്? ഇപ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണം? ഇപ്പൊ ഇതിൽ ആദ്യത്തെ സെക്ഷൻസ് എല്ലാം തന്നെ ഡെപ്ത് കൂടുതൽ 600 ആണ്. 600 പിന്നെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഇറ്റ് വിൽ കം ടു 150 കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ എപ്പോഴും നമുക്ക് ഡെപ്ത് കുറയുന്നതാണ് എക്കണോമിക്കലി ഫീസിബിൾ. എപ്പോഴും നിങ്ങൾ സെലക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ താഴെ സെലക്ട് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് നോക്കാം. അതായത് ഇപ്പോ നോക്കാം, അതായത് വാല്യൂ വേണ്ടത് 660 × 10⁻³ വേണ്ടത്. അത് പ്ലാസ്റ്റിക് 10⁻³ mm³. Yeah, 10⁻³ അപ്പോ 660 നോക്കിയാൽ മതി. അപ്പോ ഇതിനൊന്നും 660 ഇല്ല, പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. മുകളിലേക്ക് പോകുമ്പോൾ 660 വരുന്നത് തന്നെ ഇവിടെയാണ്. ഈ ഒരു 662 ഇവിടെ വരുന്നത്, ഇതിന് മുകളിലേക്കേ ഉള്ളൂ. അപ്പൊ ഇതിന് മുകളിൽ ഏതിന് സെലക്ട് ചെയ്യാം? ശരിക്കും പ്രൊവൈഡ് ആവശ്യമുള്ളതിന് പ്രൊവൈഡ് ചെയ്താൽ മതി. ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ISLB 325 ആണ്, 422 ആണ്. ISLB 325 ഇതാണ്. അതായത് 687 നമുക്ക് ആവശ്യമുള്ള വാല്യൂ 660 ആയിരുന്നു. ഇതൊക്കെ മതിയായിരുന്നു, മേ ബി 678 അല്ലെങ്കിൽ 672 ഒക്കെ മതി. ബട്ട് ഹി ചോസൺ, ഡിസൈനർ ചോസൺ ദ ISLB 325. സോ ഇറ്റ്സ് ഫൈൻ, ഇത് ചൂസ് ചെയ്തു. നമുക്ക് വാല്യൂസ് ഒക്കെ അറിയാം. Like the width of flange 165, 9.8 to 77. 165, 9.87. Yeah. 165, 9.8 to 7. സെയിം വാല്യൂസ് ഇങ്ങനെ ജസ്റ്റ് വരച്ച് കാണിച്ചിട്ടുണ്ട്. R1 വാല്യൂ ഞാൻ പറഞ്ഞു, ഇത് സ്റ്റീൽ ടേബിളിൽ നോക്കണം. ഇത് റൂട്ട് റേഡിയസ് ആണ് 16 mm. സോ ഡെപ്ത് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇതുണ്ട്, ഇതിൽ കാണിക്കുന്നത്. അതായത് റോഡ് സെക്ഷൻ ആണ്, ഇങ്ങനെ ഒരു കർവ് ഉണ്ടാവും. ഈ കർവാണ് നമുക്ക്, ഈ കർവിന്റെ ബേസിക്കലി റേഡിയസ് ആണ് ഈ പറയുന്ന 16 mm വരുന്നത്. ഈ കർവിന്റെ റേഡിയസ് ആണ് 16 mm. അത് ഇവിടെയും കുറയ്ക്കണം, ഇവിടെയും കുറയ്ക്കണം. അതാണ് 2 times the 16 mm. അതേപോലെ ഈ ഫ്ലാങ്ക് തിക്നെസ്സും കുറയ്ക്കണം, ഫ്ലാങ്ക് തിക്നെസ്സും കുറയ്ക്കണം. അതാണ് 2 times the 9.8 വരുന്നത്. സോ R1 D IZ ഇതിൽ IY ഫൈൻഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് അതിന് ആവശ്യമില്ല, നമ്മൾ ചെക്ക് ചെയ്താണ്. ZP നമുക്ക് ഈ ടേബിളിലുണ്ട്. ZP Z ഉണ്ട്, ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഉണ്ട്, പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഉണ്ട്. സെക്ഷൻ ഇനി നമുക്ക് റുട്ടീൻ ചെക്സ്. ടേബിൾ 2 of IS 800 സെക്ഷൻ ക്ലാസിഫിക്കേഷൻ ഇതില് ശരിക്കും റോങ് ആണ്. ബിക്കോസ് റോങ് എന്ന് പറയാൻ കാര്യം, ബിക്കോസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റീൽ ഗ്രേഡ് 410 ആണ്. ഈ ഞാൻ പ്രിപ്പയർ ചെയ്തല്ല, ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഇതില് ശരിക്കും ഇവിടെ 250 ഡിവൈഡഡ് ബൈ 410 ആണ് വരുന്നത്. കറസ്പോണ്ടിംഗ്ലി ദ വാല്യൂ വിൽ ബി ചേഞ്ച് ഇൻ ദ വാല്യൂ. ബട്ട് സ്റ്റിൽ നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇറ്റ് വിൽ ബി ഐദർ അണ്ടർ പ്ലാസ്റ്റിക് ഓർ അണ്ടർ കോമ്പാക്ട്. ബിക്കോസ് ഇതിലെ ഈ IS കോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ സെക്ഷനും ഞാൻ പറഞ്ഞതുപോലെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കോമ്പാക്ട് ആണ്. സോ ഇറ്റ് നമ്മൾ എന്തെങ്കിലും വെൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതുതായിട്ട് സെക്ഷൻസ് പ്ലേറ്റ് വെൽഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഇഷ്യൂസ് വരുന്നത്. ഇതെല്ലാം തന്നെ വിത്തിൻ ലിമിറ്റ് ആയിരിക്കും, അറ്റ്ലീസ്റ്റ് കോമ്പാക്റ്റിംഗിലും ആയിരിക്കും, പ്ലാസ്റ്റിക് ആയില്ലെങ്കിൽ പോലും. അപ്പൊ തന്നെ കുഴപ്പമില്ല, ടെക്നിറ്റ് ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്ക് ടു ദ പ്രോബ്ലം. അപ്പൊ നമ്മൾ ഫ്ലാഞ്ചിന്റെ വാല്യൂസ് നോക്കുക, DW ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ പ്ലാസ്റ്റിക് ഇത് കിട്ടുന്നുണ്ട്, എങ്കിലും എപ്സിലോന്റെ വാല്യൂ ഇതിൽ 1 അല്ല. ആൻഡ് സിമിലർലി വെബിന്റെ വാല്യൂ ചെക്ക് ചെയ്യുമ്പോഴും വാല്യൂ വിത്തിൻ ദ 42 എപ്സിലോൺ എന്നുള്ള ലിമിറ്റിൽ നിൽക്കണം. 84 എപ്സിലോൺ എന്നുള്ള വാല്യൂ അല്ല, 42 എപ്സിലോൺ വരട്ടെ. Some changes. So whatever, if you calculate the same, you will get that it will be within the limit. Plastic section കിട്ടി. നമുക്ക് അറിയേണ്ടത് ഹൈ ഷിയർ ആണോ, ഹൈ ഷിയർ ലോ ഷിയർ അല്ല, അതായത് ഷിയർ ബക്ലിംഗ് ഉണ്ടാവും ഇല്ല എന്നുള്ളത് ഫസ്റ്റ് കേസ്. അപ്പോൾ D/TW വാല്യൂ 39.05 ആണ്. അപ്പോൾ ലെസ് ദാൻ വാല്യൂ ആയതുകൊണ്ട്, അതായത് ഡെപ്ത് ഓഫ് വെബ് കുറവായതുകൊണ്ടാണല്ലോ വാല്യൂ കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ലെൻഡർ അല്ല, അതുകൊണ്ട് ഷിയർ ബക്ലിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ചെക്ക് ഫോർ ഷിയർ ബക്ലിംഗിന്റെ കേസ് ചെയ്യണ്ട. ഇതേപോലെ ഷിയർ ബക്ലിംഗിന്റെ ചെക്കും ഇത്തിരി കോംപ്ലക്സ് ചെക്കാണ്, അതും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ കേസിൽ, നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ IS കോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ സെക്ഷനും
ഈ കേസും ഓക്കെ ആവുന്നതാണ്. DBTW എപ്പോഴും 67 താഴെ ആയിരിക്കും. നിങ്ങളല്ല, ലൈക്ക് നമ്മളൊരു ഡിസൈനർ ഇപ്പൊ ഒരു വലിയൊരു ബ്രിഡ്ജിന്റെ കീഴിലൊക്കെ, ബ്രിഡ്ജിന്റെ താഴെയൊക്കെ നമുക്ക് സ്ലാബ് ആയിട്ട് ഐസെക്ഷൻ വേണമെങ്കിൽ, സ്ലാബ് അല്ല ബീമായിട്ട് ഐസെക്ഷൻ വേണമെങ്കിൽ നമ്മൾ വെൽഡ് ചെയ്യും. ഒരു പ്ലേറ്റ് ഫ്ലാഞ്ച് വാങ്ങിക്കും, ഒരു വലിയ പ്ലേറ്റ് ഇതേപോലെ വെബ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് വെൽഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസിലാണ് ഈ ഒരു കോംപ്ലക്സിറ്റി വരുള്ളൂ. നോർമൽ ആയിട്ട് IS കോഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ സെക്ഷനും വിൽ ബി വിത്തിൻ ദ 67 എപ്സിലോൺ. സോ അത് നോർമലി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഞാനിപ്പോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതിയാൽ മതി, ദിസ് ഹാസ് ടു ബി ചെക്ക് ഫോർ ദ ഷിയർ ബക്കറ്റ് എഴുതിയാൽ മതി. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസൈഡ് ഫോർ ദാറ്റ്. ദെൻ ചെക്ക് ഫോർ ദ ഷിയർ കപ്പാസിറ്റി. അപ്പൊ നമുക്ക് ഇക്വേഷൻസ് അറിയാം. F/√3 ഗാമ n 0 പറഞ്ഞു തന്നെ. 25 ടോട്ടൽ ഡെപ്ത്, തിക്നെസ് ഓഫ് വെബ് ചെയ്യുമ്പോൾ 298.5 കിട്ടും. ഇവിടെ ഒരു ലോ ഷിയർ ഇഷ്യൂ വരുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യം. അത് ചെക്ക് ഫോർ ലോ ഷിയർ ഓർ ഹൈ ഷിയർ ചെയ്യുമ്പോൾ, അതായത് ഇതിന്റെ ആക്ട് ചെയ്യുന്ന വാല്യൂ 295 ആണ്. അല്ല, ആക്ട് ചെയ്യുന്ന വാല്യൂ അല്ല, കിട്ടുന്ന വാല്യൂ കപ്പാസിറ്റി 298 ആണ്. 298ന്റെ 60% 179 ആണ്. അപ്പൊ ഈ 179നേക്കാളും കൂടുതലാണ് ബേസിക്കലി ആക്ട് ചെയ്യുന്ന ലോഡ്. അപ്പോൾ ഇതൊരു ഹൈ ഷിയറിന്റെ കേസാണ്. അപ്പോൾ ചേഞ്ച് ഇത്രയേ ഉള്ളൂ. ഹൈ ഷിയറിന്റെ കേസ് ആകുമ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വരും. ഇക്വേഷൻസ് പ്ലാസ്റ്റിക്കിനും കോമ്പാക്റ്റിനും വേറെ ഇക്വേഷൻ, അതേപോലെ സെമി കോമ്പാക്റ്റിന് വേറെ ഇക്വേഷൻ. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഈ കേസ് വരും, ഈ ഒരു കേസ് വരും. ഇല്ലേ? ചെക്ക് ഫോർ ദ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത്. ഇതാണ് നമുക്ക് ഇക്വേഷൻ. നമുക്കറിയാം ഇത് പ്ലാസ്റ്റിക് സെക്ഷൻ അറിയാം. പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഈ ഈ ഒരു ഇക്വേഷനിലെ ഫസ്റ്റ് കേസ് മാത്രം എടുത്തിട്ടുള്ളൂ. MdV MD മൈനസ് ബീറ്റ ഇൻറ്റു MD മൈനസ് MFD. ഇതിലും ലിമിറ്റിംഗ് കണ്ടീഷൻ ഉണ്ട്. 1.2 ഇൻറ്റു ZD ഇൻറ്റു F/γ ആൻസർ. ഇപ്പൊ എന്താ വാല്യൂസ് നോക്കാം. So when we check the values, ഇത് ഇനി MD is equal to MdV ഇക്വേഷൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി ബീറ്റയുടെ വാല്യൂ IS കോഡിൽ ഇവിടെ നോക്കാം. IS കോഡിലേക്ക് വരുമ്പോൾ section, അതായത് when the design shear force factor exceeds 0.60 in case see section 8.4. 8.4 ഷിയർ കപ്പാസിറ്റി ഫൈൻഡ് ചെയ്യാനാണ്. QB by BD minus 1.
ഇതല്ല ഇക്വേഷൻ. സെക്ഷൻ 9 ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, അതായിരിക്കും ബെറ്റർ. എന്ത് മിസ്സായിരുന്നു. 9.2 എന്ന് എഴുതി വെച്ചോട്ടോ. 9.2 കമ്പൈൻഡ് ഷിയർ ആൻഡ് ബെൻഡിങ്. അത് നിങ്ങൾക്ക് ഇത് പറയാൻ കാര്യം ഷിയറും ഭയങ്കര ഹൈ ആണ്, ഇതേപോലെ ബെൻഡിങ്ങും ഉണ്ട്. അപ്പൊ സെക്ഷൻ 9.2 IS 800 ഇതിലാണ് ഇക്വേഷൻസ് വരുന്നത്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ആണെന്നറിയാം, MdV is equal to MD minus beta into so and so. ഇതിൽ ബീറ്റ is equal to 2V divided by VD minus 1 whole square. MD എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡിസൈൻ മൊമെന്റ് ഓഫ് ദ ഓൾ സെക്ഷൻ ഡിസ്റിഗാർഡിംഗ് ദ ഹൈ ഷിയർ ഫോഴ്സ്. അപ്പോൾ ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഐ സെക്ഷനിൽ വളരെയധികം ഷിയർ വരുന്നതുകൊണ്ട്, ഷിയർ ലോഡ് കൂടുതലായതുകൊണ്ട് എന്താ പ്രശ്നം ഞാൻ മുന്നേ പറഞ്ഞു, അതായത് വെബ് എഫക്റ്റീവ് ആയിരിക്കില്ല. റൈറ്റ്, വരയ്ക്കാൻ പറ്റില്ല സോറി. നമ്മൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഹൈ ഷിയറിന്റെ കേസ് വരുമ്പോൾ വെബ് നമുക്ക് 2 ഫ്ലാഞ്ചസും ഉണ്ട്. വെബ് ബെൻഡിങ് എടുക്കില്ല, 2 ഫ്ലാഞ്ച് മാത്രം എടുക്കുള്ളൂ. ഇതായിരുന്നു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോ ഇതിൽ MD എന്ന് പറയുന്നത് ടോട്ടൽ സെക്ഷന്റെ മൊമെന്റ് ആണ്. അതായത് വെബും 2 ഫ്ലാഞ്ചും ഉൾപ്പെടെയുള്ള സെക്ഷന്റെ പ്ലാസ്റ്റിക് ഡിസൈൻ മൊമെന്റ് കപ്പാസിറ്റിയാണ് MD. ഇതാണ് MD. MD ന്ന് ഒരു വാല്യൂ കുറയ്ക്കാനുണ്ട്, ഒരു സം ഫാക്ടർ കുറയ്ക്കണം. ബിക്കോസ് വെബ് ഇൻവോൾവ് ആവാത്തതുകൊണ്ട് ഈ ഒരു വാല്യൂ കുറയ്ക്കുന്നുണ്ട്. ഈ കുറയ്ക്കേണ്ട വാല്യൂവില് ബീറ്റ ഇസ് ഈക്വൽ ടു 2V ഡിവൈഡ് ബൈ VD minus 1. നോക്കണം, ഡിവൈഡ് ബൈ VD സെപ്പറേറ്റ് ആണോ എന്ന് നോക്കണം. ഇക്വേഷൻ അങ്ങനെയാണ് 2V by VD then minus 1 ആണ്. സോ ഇതില് അറിയാത്ത വാല്യൂ V എന്താണ്? V എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഡ് അപ്ലൈഡ് ഷിയർ ഫോഴ്സ് ആണ്, ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ്. VD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത്. പിന്നെ നമുക്ക് അറിയേണ്ട വാല്യൂ MFD ആണ്. MFD is the plastic design strength of the area of the cross section excluding the shear area considering the partial safety factor. MFD കണ്ടുപിടിക്കാനായിട്ട് plastic design strength of the area of cross section excluding the shear area ഇത്തിരി കോംപ്ലക്സ് ആവുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് വരയ്ക്കുകയാണെങ്കിൽ ഈ സെക്ഷന്റെ ഞാൻ ഇതിന് മുകളിൽ വരയ്ക്കുകയാണ്. അത് നമ്മൾ ഷിയർ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് ഇത്രയാണ്. അതായത് ഈ വെബിന്റെ ഇതും ഈ ഫ്ലാഞ്ചിന്റെ ഈ ഏരിയ ഉൾപ്പെടെയുള്ള ഇത്രയും ഏരിയാസ് ആണ് ഞാൻ ഷിയർ ഏരിയ വാല്യൂ എടുത്തിരുന്നത്. ബിക്കോസ് ഈ ടോട്ടൽ ഡെപ്തിന്റെ തിക്നെസ് ആണ്. സോ ഈ ഏരിയ ഒഴിച്ച്, അതായത് ഈ ഏരിയ കളഞ്ഞിട്ടുള്ള ഇത്രയും ഏരിയാസിന്റെ കപ്പാസിറ്റിയാണ് അവർ പറയുന്നത്. പ്ലാസ്റ്റിക് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ area of the cross section excluding the shear area considering the partial safety factor. Z നമുക്ക് അറിയാം, നമുക്ക് ഈ വാല്യൂസ് ഒന്ന് ചെയ്ത് നോക്കാം, ക്ലിയർ ആവും. സോ 2V by VD നമുക്ക് കുഴപ്പമില്ല, ബിക്കോസ് ആക്ട് ചെയ്യുന്ന കപ്പാസിറ്റി 210 ആണ്. റൈറ്റ്, ആക്ട് ചെയ്യുന്ന ഷിയർ ലോഡ് 210 ആണ്, അറിയാം. 2 into 10 210 divided by 298.5. ഇത് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് കപ്പാസിറ്റി minus 1 square 0.1656. ഇത്ര ഓക്കെയാണ്. ഇനി MD എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സെക്ഷൻ കപ്പാസിറ്റി ആണ് നോക്കിയിരുന്നത്. അതായത് എല്ലാ സെക്ഷനും ഉൾപ്പെടെയുള്ള വാല്യൂസ് ആണ് MD വരുന്നത്. അപ്പോൾ ബീറ്റ ബി ഇൻറ്റു ZP ഇൻറ്റു FY. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ബീറ്റ ബിയുടെ വാല്യൂ 1 ആണ്, ഇത് 1 ആണ്. 1 ഇൻറ്റു ZP നമുക്കറിയാം, FY നമുക്കറിയാം. അപ്പോൾ 156.30 എന്ന് കിട്ടി. ഇനിയുള്ള വാല്യൂ ആണ് MFD. MFD ഫൈൻഡ് ചെയ്യാനായിട്ടാണ് ഈ പറഞ്ഞത്. ഈ ഷിയർ ഏരിയ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഈ ഒരു ഏരിയ ഷെയ്ഡ് ചെയ്യാം, അപ്പൊ ഇത് ക്ലിയർ ആവും. ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്യാൻ പാടില്ല.
അപ്പൊ ഇത്രയും ചെയ്താൽ മതി. ബേസിക്കലി ഈ ടോട്ടൽ സെക്ഷനിൽ നിന്ന് ഇതിന്റെ കപ്പാസിറ്റി കുറച്ചാൽ മതി. മൊമെന്റ് ഫിനിഷ് ഫൈൻഡ് ചെയ്യുമ്പോൾ ചെയ്യാറില്ല. അതായത് നമ്മൾ ഫുൾ എടുത്തിട്ട്, അതായത് ഐ സെക്ഷന്റെ മൊത്തം ഫൈൻഡ് ചെയ്തിട്ട് ഈ ഒരു BDQ/12 എന്നായിട്ട് ഐ കുറയ്ക്കുക. അതിന്റെ ആ സെയിം ഫിനോമിന സെയിം ഐഡിയ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ MFD is equal to ZFD into FY by gamma M0. Because ZFD ആണല്ലോ ഇവിടുത്തെ മെയിൻ കാര്യം. അപ്പോ ZFD is equal to ZPF. ZPF എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ളതാണ്. അത് മൊത്തം കപ്പാസിറ്റി. ഇതാണ് 687. ഈ മൊത്തം കപ്പാസിറ്റി AW into YW. AW into YW കുറച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി കിട്ടും. AW into YW ശരിക്കും അതായത് ഒരു ഇങ്ങനെ നോക്കുക. അതായത് റെക്ടാംഗിൾ സെക്ഷന്റെ സെക്ഷൻ മോഡുലസ് നമുക്ക് ഐയുടെ വാല്യൂ BDQ/12 ആണ്. BDQ/12 ആണ്, റൈറ്റ്. അതിന്റെ Z വാല്യൂ ഇതിന്റെ ഡിവൈഡ് ബൈ 2 അല്ലെങ്കിൽ ഓൾ ഡിവൈഡ് ബൈ D/2 ആണ്. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ BD²/6 എന്ന് കിട്ടും. BD²/6 എന്ന് കിട്ടും ഇസഡിന്റെ വാല്യൂ. അപ്പോ BD²/6 നമുക്കറിയാം B into D എന്ന് വെച്ചാൽ ഏരിയ ആണ്. സോ B into D is ഏരിയ. പിന്നെ ഒരു ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് തോന്നുന്നു പറയാം. അതായത് വേറെ ഒന്നല്ല, അതായത് ഇപ്പൊ പറയുന്നത് BD²/6 ആണ് സെക്ഷൻ മോഡുലസ് റെക്ടാംഗിൾ ഇതിന്. അപ്പൊ നമുക്ക് റെക്ടാംഗിൾ കുറയ്ക്കേണ്ടത് അല്ലേ? ഈ റെക്ടാംഗിളിനെ നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോ BD²/6 ആണ് നമ്മുടെ വാല്യൂ. അപ്പൊ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. കൺഫ്യൂഷൻ ആക്കണ്ടായിരുന്നു. ഇതില് AW എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം B into D ആണ് AW. ഒരു B into D പോയി കിട്ടി. പിന്നെ ഒരു D മാത്രമേ ഉണ്ടാവുള്ളൂ, റൈറ്റ്. ഇൻറ്റു YW. YW എന്ന് വെച്ച് കഴിഞ്ഞാൽ D by ചെയ്ത് നോക്കേണ്ടി. ബേസിക്കലി ഇത് ചെയ്താൽ മതി. അതായത് സെക്ഷനിൽ നിന്ന് ഇതിന്റെ BD²/6 കുറച്ചാൽ മതി. B എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ്, കോളത്തിന്റെ മൊത്തം ഹൈറ്റ് 25 ആണ്. ഇൻറ്റു D²/6 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഈ കിട്ടുന്ന വാല്യൂ, മൊത്തം ഇതിൽ നിന്ന് കുറയ്ക്കുന്ന വാല്യൂ. ഇത് നമുക്ക് റീപ്ലേസ് ചെയ്യും, ഇങ്ങനെ എഴുതിയാൽ മതി. BD²/6 എഴുതിയാൽ മതി. സോ ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് ആസ് ZFD is equal to 502.916. ഇത് BD² എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ഇൻറ്റു എന്ന് വെച്ചാൽ thickness of web into total depth of the beam 325 (d²/6). സോ ZFD കിട്ടും. അങ്ങനെ അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ZFD കിട്ടും. ഇനി നമുക്ക് MFD ഫൈൻഡ് ചെയ്യാം. MFD is equal to ZFD into FY by gamma M0. അപ്പോൾ പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് 114.29 കിട്ടും. MDEV is equal to MD minus beta into MD minus MFD ചെയ്യുമ്പോൾ 149.34 എന്ന് കിട്ടും. അപ്പോ നമുക്ക് ഇതിലൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആക്ട് ചെയ്യുന്ന മൊമെന്റ് 150 ആണ്. കിട്ടുന്ന കപ്പാസിറ്റി 149 ആണ്. ഇത് അൺസേഫ് ആണ്. അപ്പൊ നമുക്ക് ശരിക്കും ഇത് എന്താ പറയാ, സെക്ഷൻ റിവൈസ് ചെയ്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഫ്രഷറിനും ഷിയറിനും ബക്ലിങ്ങിനും ബെയറിങ്ങിനും ചെയ്യേണ്ടി വരും.
അപ്പൊ ഇതില് ഒരു കാര്യം എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇപ്പൊ മുന്നേ നമ്മൾ പറഞ്ഞു എന്തിനാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ ആ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് നമ്മള് ഇവിടേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് 660 ആവശ്യമാണ്. നമുക്ക് ഇവിടെ ഇത് പ്രൊവൈഡ് ചെയ്താൽ മതിയായിരുന്നു. ബട്ട് വി പ്രൊവൈഡഡ് സ്റ്റിൽ ഇത്രയും 20ഓളം കൂടുതലുള്ള വാല്യൂ പ്രൊവൈഡ് ചെയ്തിട്ട് പോലെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ സെക്ഷൻ എക്കണോമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോവർ വാല്യൂ ചെയ്ത് ആവശ്യമുള്ള മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ബട്ട് അക്കാദമിക് പർപ്പസിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് വേണമെങ്കിൽ ഇത്തിരി കൂടുതൽ ഒരു 2-3 എണ്ണത്തിന്റെ ഹൈ വാല്യൂ എടുത്തിട്ട് ചെയ്യാം. സോ ഒരു 730 എടുത്ത് ഇത്തിരി സേഫ് ആയിട്ട് വരുമായിരുന്നു. അപ്പൊ അത് എക്സാമിൽ അങ്ങനെ ചെയ്താൽ മതി. റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യണം. നമുക്ക് അത്രയും കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് റിവൈസ് ചെയ്യണം. ഇനി ഡിസൈൻ ഓഫ് ലാറ്ററൽ അൺസപ്പോർട്ടഡ് പഠിക്കേണ്ട ആവശ്യമില്ല. ഗോയിങ് ത്രൂ ദി സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്നുള്ളൂ. ഇതിലും ഇനീഷ്യൽ വാല്യൂ സെയിം തന്നെയാണ്. കുറച്ച് സോ ഇതൊരു പ്രോബ്ലം ഉണ്ട്. നോക്കണം നിർത്താം. ഇത് ലാസ്റ്റ് പ്രോബ്ലമാണ്. ഇതില് 2 നോക്കണ്ട. ഇത് ലാറ്ററൽ സപ്പോർട്ടിന്റെ കേസിലും ഉണ്ട്. ഡിറ്റർമൈൻ ദ ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് ഓഫ് ദ ISLB 350 തന്നിട്ടുണ്ട് സെക്ഷൻ. നമുക്ക് ഡിസൈനിങ് അല്ല ഇത്. ഡിസൈനിങ് അല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് സെക്ഷൻ ഗിവൺ ആണ്. ഇതിന്റെ കപ്പാസിറ്റി എസ്റ്റിമേറ്റ് ചെയ്യും. കൺസിഡറിംഗ് ദ ബീം ടു ബി ലാറ്ററൽ സപ്പോർട്ട് അൺസപ്പോർട്ടഡ്. ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലമാണ്. എന്താണ് അതിന്റെ കപ്പാസിറ്റിയിൽ ഡിഫറൻസ് വരിക എന്നുള്ളത് ഒന്ന് പഠിക്കാനുള്ള പ്രോബ്ലമാണ്. സോ വിൽ ടേക്ക് ഓൺലി ദ കേസ് A, laterally supported. The design shear force B is less than the design shear strength. And supported length of the beam is 3 meter. Fe14 laterally supported. First case ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരത് സ്റ്റെപ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. The design shear force is less than the design shear strength. അതായത് ലോ ഷിയറിന്റെ കേസ് വരുന്നതാണ് ഫൈൻഡ് ചെയ്യുമ്പോൾ ഈ സെക്ഷനിലേക്ക് പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമുക്ക് ആ സിംഗിൾ ഇക്വേഷൻ വരുന്ന കേസാണ്. MD is equal to beta B into ZP into Fy by gamma M0. സെക്ഷന്റെ വാല്യൂസ് ഒക്കെ എടുത്ത് ZIY ZZ R1 RY ഡെപ്ത് ഓഫ് എർത്ത് ഫൈൻഡ് ചെയ്യാം. ZP then section classification ഇതും പ്ലാസ്റ്റിക് തന്നെ കിട്ടുള്ളൂ. ബിക്കോസ് IS കോഡിന്റെ തന്നെ ഒരു അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത സെക്ഷനാണ് ക്ലാസ് സെക്ഷനാണ്, റോഡ് സെക്ഷനാണ്. പ്ലാസ്റ്റിക് ആണ് ലാറ്ററലി സപ്പോർട്ട് കേസിൽ നമ്മളിത് ലോ ഷിയറിന്റെ കേസ് വരുന്നത് കൊണ്ട് കണ്ടുപിടിക്കണം. വരുന്നത് കൊണ്ട് ബീറ്റ ബിയുടെ വാല്യൂ പ്ലാസ്റ്റിക് സെക്ഷൻ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ബീറ്റ B 1 ഫൈൻഡ് ചെയ്തു. ചെക്ക് ചെയ്തു. ഡിസൈൻ ബെൻഡിങ് സ്ട്രെങ്ത് ഫൈൻഡ് ചെയ്തു. കേസ് 3 ലെങ്ത് ആണ്.